السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. മഞ്ചേരിയുടെ ശ്രദ്ധേയമായ പാണ്ടിക്കാട് റോഡിൽ തസ്വിയ ആദർശ സമ്മേളനത്തിലാണ് പരമകാരുണ്യകനായ റബ്ബിൻ്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് നമ്മൾ സന്നിഹിതരായിട്ടുള്ളത്. ഈ സമ്മേളനം വളരെ ശ്രദ്ധേയമായ ഒരു വിഷയത്തിൽ കേന്ദ്രീകൃതമായിട്ടായിരിക്കും ആരംഭിക്കുന്നതും വികസിക്കുന്നതും സമാപിക്കുന്നതും. നല്ലവണ്ണം ശ്രദ്ധിക്കുകയും കേട്ട കാര്യങ്ങളെ അപഗ്രഥനത്തിന് വിധേയമാക്കുകയും സ്വന്തം ജീവിതത്തിൽ എന്തൊക്കെയാണ് ഉപേക്ഷിക്കാനുള്ളത് എന്നാലോചിക്കുകയും എന്തെല്ലാം കാര്യങ്ങളാണ് ജീവിതത്തോട്, ആത്മാവിനോട്, ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ടത് എന്ന് ചിന്തിക്കുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം. നന്മയുടെ ശബ്ദം നേർത്തു വരുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അധർമ്മങ്ങൾ, അരാജകത്വങ്ങൾ, തിന്മകൾ നങ്കൂരമിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ചെറിയ കുട്ടികൾ മുതൽ വന്ധ്യവയോധികരായ, അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സായം സന്ധ്യയിൽ പോലും മഹാചിന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. പണ്ടൊക്കെ നമ്മുടെ ചുറ്റുവട്ടത്ത് എന്തെങ്കിലുമൊക്കെ നടന്നാൽ അപ്പം നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിലും ഒരാഴ്ചയുടെ ഉള്ളിലായൊക്കെ നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരുന്നു. എന്നാൽ ആധുനിക ടെക്നോളജി അഭൂതപൂർവമായ വളർച്ച നേടിയ ഇക്കാലഘട്ടത്തിൽ ലോകത്തിൻ്റെ ഏത് ദിക്കുകളിലും നടമാടിക്കൊണ്ടിരിക്കുന്ന നന്മകളാവാം, തിന്മകളാവാം, അത് സംഭവിക്കുമ്പോൾ തന്നെ ലൈവായി നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു, കേട്ടുകൊണ്ടിരിക്കുന്നു. വാട്സപ്പ് ഗ്രൂപ്പുകളിലും യൂട്യൂബുകളിലും ഫേസ്ബുക്കുകളിലും അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നു. തൊട്ടടുത്ത മണിക്കൂറിൽ അതിനേക്കാൾ ഗുരുതരമായ മറ്റൊരു പാപത്തെക്കുറിച്ച് കേൾക്കുന്നു,
അപ്പോൾ ഇത് മങ്ങിപ്പോകുന്നു. വീണ്ടും ഏതാനും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ അതിനേക്കാൾ അത്ഭുതം കൂറുന്നതും ഭയചകിതമാക്കുന്നതുമായ മറ്റൊരു തിന്മ അരങ്ങേറുന്നു. ചുരുങ്ങിയ ദിവസങ്ങളിൽ ഇവിടുത്തെ മീഡിയക്കാർക്ക് അതൊരു നല്ല വിഭവമായി മാറുന്നു. എന്നാൽ ആർക്കും കാര്യമായ ചലനങ്ങളൊന്നും നമ്മൾ കാണുന്നില്ല. കാര്യമായ മാറ്റങ്ങളൊന്നും നമ്മൾ ആരും ദർശിക്കുന്നില്ല. പള്ളികൾ വർദ്ധിതമായ തോതിലുണ്ടായിക്കൊണ്ടിരിക്കുന്നു. അമ്പലങ്ങളുടെ പുനരുദ്ധാരണങ്ങൾ ഭാരതത്തിലുടനീളം കേന്ദ്ര ഗവൺമെന്റിന്റെ ഒത്താശയോടുകൂടി തന്നെ നടന്നുകൊണ്ടേയിരിക്കുന്നു. വത്തിക്കാനിലെ പോപ്പിന്റെ പ്രശംസയും ലോക ബാങ്കുകളിലെ ഫണ്ടും ക്രൈസ്തവ ദേവാലയങ്ങളുടെ വളർച്ചയ്ക്ക് വലിയ സഹായകമായി തീർന്നു. മതസ്ഥാപനങ്ങൾ ഒട്ടും കുറവല്ല കേരളത്തിൽ. അറബി കോളേജുകളുടെ കുറവ് ഇന്നത്തെ ഒരു സിറ്റുവേഷനിൽ കേരളത്തിൽ ഉണ്ട് എന്ന് നമ്മൾ തോന്നുന്നില്ല. ഇന്നൊരു വെള്ളിയാഴ്ചയാണ്. മലയാളത്തിൽ ഖുതുബ നടക്കുന്ന പള്ളികളിലൊഴികെ അറബിയിലെ ഖുതുബ നടക്കാവൂ എന്ന് വാശി പിടിക്കുന്ന പള്ളികളിൽ ഇന്ന് പോയ ആളുകൾ നമസ്കരിച്ചു എന്നൊഴിച്ചു നിർത്തിയാൽ അവിടെ ഉദ്ധരിക്കപ്പെട്ട ആയത്തുകളുടെ പരിഭാഷ എന്താണെന്നോ അതിന്റെ കണ്ടന്റ് എന്താണെന്നോ ആ വചനത്തെ തിരുദൂതർ എപ്രകാരമാണ് പഠിപ്പിച്ചതെന്നോ സച്ചരിതരായ സലഫുകൾ ആ ഖുർആനിക വചനത്തെ എങ്ങനെയാണ് നോക്കിക്കണ്ടത് എന്നോ മുസ്ലിങ്ങളിലെ മഹാഭൂരിപക്ഷം വരുന്ന പുരുഷന്മാർക്കും കേൾക്കാൻ സാധ്യമായില്ല. 1 കോടിയിലധികം വരുന്ന മുസ്ലിങ്ങൾ ഈ കേരള മണ്ണിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്നു. പാതിയും ഒരൽപ്പം കൂടുതലും സ്ത്രീകളാണ്. പുരുഷന്മാരെക്കാൾ കൂടുതലുള്ളത് സ്ത്രീകളാണ് എന്നർത്ഥം. ആ സ്ത്രീകൾ പള്ളിയിൽ പോകാറില്ല. മഹാഭൂരിപക്ഷവും സിനിമക്ക് പോകുന്നുണ്ട്. ഊട്ടിയിലും കൊടൈക്കനാലിലും ടൂർ പോകുന്നുണ്ട്. ചെറിയ പാക്കേജുകളിൽ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള യാത്രകൾ ഇവിടെ നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. കല്യാണ വീടുകൾ അരങ്ങ് തകർത്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ചുണ്ടുകളിൽ ചായം തേച്ച് കവിൾത്തടങ്ങളിൽ പുട്ടിയിട്ട് മാറ് കാണിച്ച് മോഡേൺ ഡ്രസ്സ് ധരിച്ച് ഉടുത്തിട്ടുണ്ടോ ഉടുത്തിട്ടില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയാവതല്ല ഇല്ലെന്നും പറയാവതല്ല. ആ അവസ്ഥയിൽ മുസ്ലിം സ്ത്രീകൾ ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന് അവർ പോകുന്നുണ്ട്. അന്യപുരുഷന്മാരുടെ കൂടെ ഒരു സ്കൂളിൽ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്, കോളേജിൽ പഠിക്കുന്നുണ്ട്, മെഡിക്കൽ കോളേജുകളിൽ പോകുന്നുണ്ട്, ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്നുണ്ട്. പക്ഷെ അവർ പള്ളിയിൽ പോകുന്നില്ല. പള്ളിയിലെ വെള്ളിയാഴ്ചയുടെ ഖുതുബ അവർ കേൾക്കുന്നില്ല. നബിയുന ഹബീബുന ഷഫീഉന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലെ മിമ്പറിൽ ഖുതുബ നടത്തിയപ്പോൾ 0 ഡിഗ്രിയിലിരുന്ന ഒരു സമുദായം ഹിദായത്തിന്റെ വെളിച്ചം കിട്ടിയത് മുതൽ പഠനങ്ങളുടെയും മനനങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ഖുർആൻ പാരായണങ്ങളുടെയും ഖുർആൻ കേൾവികളുടെയും ലോകത്തേക്ക് അവർ കടന്നു വന്നു. യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്, വിശുദ്ധ ഖുർആൻ ഓതപ്പെടുകയും ആ ഖുർആനിന്റെ പരിഭാഷ പറയപ്പെടുകയും അതിന്റെ ആശയങ്ങൾ വിശദീകരിക്കപ്പെടുകയും ലിതുബയ്യിന ലിന്നാസി മാ നുസില ഇലൈഹിം 16-ാം അധ്യായം 46-ാമത്തെ വചനം. ഈ വേദഗ്രന്ഥത്തിന്റെ വചനങ്ങളെ മഹാരഥനായ പ്രവാചക ചക്രവർത്തി, മാനുഷികതയുടെ പ്രവാചകൻ, കാരുണ്യത്തിന്റെ തിരുദൂതർ, വിമോചന ദർശനങ്ങൾ ലോകത്ത് പകർന്നുകൊടുത്ത വിശ്വാചാര്യൻ, അനാഥ സംരക്ഷണത്തിന്റെ കേളിഗ്രഹമായി തന്റെ വീട് മാറ്റി ലോകത്തിന് മാതൃകയാക്കിയ പ്രവാചക തിരുമേനി, അനവക്കാഫിൽ യതീമി ഫിൽ ജന്നതി ഹാഖദാ, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നവനും സ്വർഗത്തിൽ ഇപ്രകാരമായിരിക്കും എന്ന് പഠിപ്പിച്ചു കൊടുത്ത് പലിശയുടെ ഭയാനകത ലോകത്തെ പഠിപ്പിച്ച് പൈശാചികമായ വേലിയേറ്റങ്ങളെ, പൈശാചികമായ സ്വീകരണങ്ങളെ, ജീവിതത്തിൽ തിരസ്കരിക്കേണ്ട പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത ആ റസൂലുള്ളാഹിന്റെ ഖുതുബ കേട്ട ജനത ഓരോ ദിവസവും മാറുകയായി. പ്രവാചകന്റെ ഖുതുബ, ഇദാ ഖതബ നബിയുടെ ഖുതുബ എന്തായിരുന്നു? ഖുതുബ യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. അല്ലാഹുവിന്റെ റസൂലിന് ഖുതുബത്താനി യജ്ലിസു ബൈനഹുമാ യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. മിമ്പറിൽ കയറും, നബി ഖുതുബ നടത്തും, സഹാബത്ത് കരയും, റസൂലുള്ള കരയും. ആളുകൾക്ക് ഇത് മനസ്സിലായി. അവരവരുടെ തെറ്റുകൾ ഡിലീറ്റ് ചെയ്തു. ഓരോ വെള്ളിയാഴ്ച കഴിയും തോറും ഊതിക്കാച്ചിയ പൊന്ന് പോലെ അവർ സ്ഫുടം ചെയ്യപ്പെട്ടു.
50 കൊല്ലങ്ങൾക്ക് മുമ്പ് മഞ്ചേരിയിലെ അറബിയിൽ ഖുതുബ നടത്തുന്ന പള്ളിയിൽ 50 കൊല്ലം പോയ ബീരാൻ കാക്കാന്റെ മനസ്സിൽ ഒരു പരിവർത്തനവും ഉണ്ടാകുന്നില്ലെങ്കിൽ, ആ ബീരാൻ ഖാന്റെ വീട്ടിലെ പെണ്ണുങ്ങൾ വെള്ളിയാഴ്ച വീട്ടിലാണ് ഇരിക്കുന്നതെങ്കിൽ, അവർക്ക് ഖുതുബ കേൾക്കാനുള്ള അവസരമില്ലെങ്കിൽ, അവർ TV ആണ് കാണുന്നതെങ്കിൽ, അവർ യൂട്യൂബിലാണ് അഭിരമിക്കുന്നതെങ്കിൽ, അവർ വാട്സപ്പിലാണ് ജീവിക്കുന്നതെങ്കിൽ, അവർ മറ്റുള്ളവരോട് ചാറ്റ് നടത്തുകയാണെങ്കിൽ, ഭർത്താവ് പള്ളിയിലെങ്കിലും പോകുന്നുണ്ടെങ്കിലും അത് പോകാത്ത വനിതകളെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ മാധവി ചേച്ചിയെ പോലെ, ഇവിടുത്തെ ദമയന്തി ചേച്ചിയെ പോലെ, ഇവിടുത്തെ കല്യാണി അമ്മയെ പോലെ, ഇവിടുത്തെ മറ്റ് ഹൈന്ദവ ക്രൈസ്തവ സ്ത്രീകളെ പോലെ മുസ്ലിം സ്ത്രീക്കും പ്രത്യേകിച്ച് മതം കിട്ടാതെ പോകുന്നതിന് കാരണം പൗരോഹിത്യമാണ് എന്ന് തുറന്നു പറയാൻ നാം എന്ന് ഒരുക്കമാണോ അന്നേ ഈ കേരള ജനതയിലെ മുസ്ലിങ്ങൾ നന്നാവൂ. അവരെ കണ്ടുകൊണ്ടൊരു ജനത നന്നാകണമോ? മാലിക് ദീനാറും കൂട്ടരും ഇന്ത്യയിൽ വന്നു. അപ്പേട്ടന്റെ കടയിലെ കച്ചവടം വർദ്ധിച്ചു. അവർ അതിന്റെ കോംപ്രമൈസുകൾ ഉണ്ടാക്കി, ധാർമ്മികതയുടെ പാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു. യൗമയഖൂനുന്നാസു ലിറബ്ബിൽ ആലമീൻ എന്ന തത്വത്തിന്മേൽ അവർ കച്ചവടം നടത്തി. എല്ലാവർക്കും അറബി കോളേജ് പോകാൻ പറ്റില്ല, എല്ലാരും ദാരിമാരും പൈസിമാരും ആകുന്നില്ല. അതുകൊണ്ട് തന്നെ ലോകത്ത് മനുഷ്യർ നന്നാകണമോ? നമ്മുടെ ഇന്നത്തെ വിഷയം യുവത്വം, നന്മയുടെ കരുത്ത് എന്നതാണ്. ലോകത്ത് വാർദ്ധക്യത്തിലെത്തിയവരുണ്ട്, ശയ്യാവലംബികളുണ്ട്, ഇന്ന് രോഗികളായി കിടക്കുന്നവരുണ്ട്, എഴുന്നേറ്റ് നടക്കാൻ ശേഷിയില്ലാത്തവരുണ്ട്. അതുപോലെ ബാല്യം, അതും പ്രത്യേകിച്ചൊന്നും ചെയ്യാനാകാത്ത കാലഘട്ടമാണ്. യൗവനം അതല്ല, യൗവനം ചരിത്രത്തിന്റെ തീജ്വാലയാണ്. ലോകത്ത് നേടിയ നേട്ടങ്ങളുടെ പിന്നിലെല്ലാം ഒരു വലിയ യൗവനത്തെ കാണാം. നെപ്പോളിയൻ ബോണോപ്പാർട്ട് 33-ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ ലോകത്തിന്റെ അഷ്ടദിക്കുകൾ വെട്ടിപ്പിടിച്ച് സാമ്രാജ്യമുണ്ടാക്കി. യൗവനം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം, യൗവനം തിന്മയ്ക്ക് വേണ്ടിയും ഉപയോഗിക്കാം. രണ്ട് നിലയിലും യൗവനത്തെ ഉപയോഗിക്കാവുന്ന ഒരു കാലഘട്ടം. ഒരു കാര്യം, ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു സഹോദരിക്ക് ഈ നാട്ടിൽ കഞ്ചാവില്ല എന്ന വിഷയം, അല്ലെങ്കിൽ കഞ്ചാവ് ഉണ്ട് എന്ന വിഷയം അറിയാത്തവരായുണ്ടോ? കഞ്ചാവ് നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നു. അതിന്റെ ഭീകരത താമരശ്ശേരിയിൽ നമ്മൾ കണ്ടു, അതിന്റെ ഭീകരത തിരൂര് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അതിന്റെ ഭീകരത തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അതിന്റെ ഭീകരത കർണാടകയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അതിന്റെ ഭീകരത ഗോവയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അതിന്റെ ഭീകരത ഗുജറാത്തിന്റെ മണ്ണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ജാംഷഡ്പൂരിന്റെ മണ്ണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, വിയറ്റ്നാമിന്റെ മണ്ണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, അമേരിക്കയിലെ പാപനഗരത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. ഈ തിന്മകളൊന്നും കാണാത്തവരോ കേൾക്കാത്തവരോ അല്ല. എന്നിട്ടും നമ്മുടെ വീട്ടിൽ നമ്മുടെ മകൻ നാളെ അതേ തിന്മ ചെയ്യുമ്പോൾ നമ്മുടെ നിലപാട് എന്തായിരുന്നു? നമ്മുടെ മക്കൾ നന്നാവാൻ നാം എടുത്ത സ്റ്റെപ്പുകൾ എന്തായിരുന്നു? കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യ കുഞ്ഞുങ്ങളും ശുദ്ധമായ പ്രകൃതിയോടുകൂടി ജനിച്ചു എന്ന മാനവികതയുടെ വിശ്വാചാര്യൻ ലോകത്തെ പഠിപ്പിച്ചു. ക്രിസ്ത്യാനിയുടെ കുട്ടി, ഹിന്ദുവിന്റെ കുട്ടി, മുസ്ലിമിന്റെ കുട്ടി, മജൂസിയുടെ കുട്ടി, അങ്ങനൊന്നുമില്ല. ജനിച്ചു വീഴുന്ന ഏതൊരു കുഞ്ഞും ഇവിടുത്തെ സീരവിചന്ദ്രൻ എന്ന യുക്തിവാദി, ഒരു മൂല്യവുമില്ലാതെ ജീവിക്കുന്നവൻ, മൂല്യവത്തായ ജീവിതത്തിനെതിരെ ശബ്ദിക്കുന്നവൻ, ഈ ജബ്ബാറിനെ പോലെ ആനക്കയത്ത് ജീവിക്കുന്ന സെയ്ദ് മുഹമ്മദ് ആനക്കയത്തെ പോലെ, മുസ്ലിം നാമധാരികളായ ആരിഫ് ഹുസൈനെ പോലെ, ലിയാഖത്തിനെ പോലെ മൂല്യമില്ലാത്ത ഒരു ലോകത്തെ കെട്ടിപ്പടുക്കാൻ അശ്രാന്ത പരിശ്രമം നടത്തുന്ന നാണം കെട്ട ഈ വർഗം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടും, ഇതെല്ലാം അറിയാഞ്ഞിട്ടും, ഇതൊക്കെ അറിഞ്ഞിട്ടും ഈ രൂപത്തിലൊക്കെ ജീവിക്കുന്നതിനിടയിൽ നമ്മുടെ വീടിനെ ശുദ്ധീകരിക്കാൻ മറന്നുപോയവരോട്, സ്വന്തത്തെ വിമലീകരിക്കാൻ മറന്നുപോയവരോട്, ആത്മാവിനെ ശുദ്ധീകരിക്കാൻ മറന്നുപോയവരോട്, ചരിത്രത്തിന്റെ ഭാഗമാകേണ്ട യൗവനം വിമലീകരിക്കാൻ കഴിയാതെ പോയവരോട്, മദ്യത്തിന്റെ ആസക്തിയിൽ മുങ്ങിക്കുളിച്ചവരോട്, പെത്തടിന്റെ മുമ്പിൽ വീണുപോയവരോട്, അതുപോലെ തന്നെ MDMA അടിമപ്പെട്ടവരോട്, സാമ്രാജ്യത്വം മുന്നിൽ വെച്ചു തരുന്ന ഉപഭോഗപരതയോട്, അഭിനിവേശമുള്ളവരോട്, വസ്ത്രം ഉടുക്കാൻ താല്പര്യമില്ലാത്ത സഹോദരിമാരോട്, തന്റെ ചുണ്ടുകൾ ചോപ്പിക്കുന്നവരോട്, അതുവഴി ക്യാൻസർ പിടിച്ചു വരുത്തുന്നവരോട്, അതുവഴി അപകടം വിളിച്ചു വരുത്തുന്നവരോട്, ഒരു പിടി അധർമ്മം വിളിച്ചു വരുത്തുന്നവരോട് ഈ തസ്വിയ സമ്മേളനം ചില ഗൗരവമായ ഇടപെടലുകളെ കുറിച്ചാണ് ഇവിടെ ഇന്ന് സംസാരിക്കുന്നത്. ഈ ചിന്മകളൊക്കെ ലോകത്തുണ്ട്. ഇന്ന് മാത്രമൊന്നല്ല, സോഷ്യൽ മീഡിയ ഡെവലപ്പ് ആവുകയും സൗകര്യങ്ങൾ കൂടുകയും ചെയ്തപ്പോ എല്ലാം വേഗം വേഗം കിട്ടുന്നുണ്ട് എന്ന് മാത്രം. ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹ് ഒരു സംഗതി ചെയ്യരുതെന്ന് പറഞ്ഞു, ചെയ്തില്ലേ? മനുഷ്യ സൃഷ്ടിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഈ ഫുജൂറും തഖ്വയും ഉണ്ട് എന്നുള്ള കാര്യമാണ്. മനുഷ്യാത്മാവിൽ, മനുഷ്യന്റെ അസ്തിത്വത്തിൽ തെമ്മാടിത്തമുണ്ട്, ധർമ്മബോധമുണ്ട്. ഏത് ആണിലും ഏത് പെണ്ണിലും
ഏത് മനുഷ്യനിലും, കാരണം കുല്ലു മൗലൂദിൻ യുലദു അലൽ ഫിത്ര, എല്ലാ മനുഷ്യ കുഞ്ഞും ജനിക്കുന്നത് ശുദ്ധമായ പ്രകൃതിയോടെയാണ്. എല്ലാരും ഏത് കുടുംബത്തിൽ ജനിക്കുന്ന കുഞ്ഞും ജനിക്കുന്നവർ പാപിയാണ് എന്ന സങ്കല്പം പൗലോസിൻ്റെത് മാത്രമാണ്, സെൻപോളിൻ്റെതാണ്. അത് മാനവിക വിരുദ്ധമാണ്. പ്രകൃതി മതം ലോകത്തോട് പറയുന്നത് ഇവിടെ ജനിക്കുന്ന ഏത് മനുഷ്യ കുഞ്ഞും പരിശുദ്ധരാണ്. അതിനുള്ള ഉജ്ജ്വലമായ ഒരു ആദർശവും ലോകത്ത് വേറെ കേൾക്കാനുമില്ല. എന്നിട്ട് പറഞ്ഞു അവനെ കേടുവരുത്തുന്നത് അവന്റെ മാതാപിതാക്കളാണ്. ചിന്തിച്ചോളി, ഒന്നാമത്തെ കാര്യ ഇവിടെ ഇരിക്കുന്ന ബാപ്പാരോട്, ഇവിടെ ഇരിക്കുന്ന ഉമ്മാരോട്. ഞാനൊരു ബാപ്പയാണ്, ഭർത്താവാണ്, മകനാണ്, അനുജനാണ്. ജീവിതത്തിന്റെ എല്ലാ വശവും ആസ്വദിക്കാനും അനുഭവിക്കാനും കഴിഞ്ഞു. ഞാൻ ചോദിക്കുന്നു നിങ്ങളോട്, ഒരു കുട്ടിയുടെ ജീവിതത്തിന്റെ ജയാപജയങ്ങൾ നിർണയിക്കുന്നതിൽ ധർമ്മബോധമുള്ളവനാകണമോ അധർമ്മബോധമുള്ളവനാകണമോ? ആരാദ്യം തീരുമാനിക്കേണ്ടത്? ബാപ്പയിമ്മയാകണമെന്ന്. ഓൻ കേട് വന്നിട്ടുണ്ടോ? ഓന്റെ അപ്പ കയ്യിൽ പങ്കുണ്ട്, ഓന്റെ അമ്മ കയ്യിൽ പങ്കുണ്ട്. പറഞ്ഞിട്ടുണ്ട് കാര്യമല്ല, താടി നീട്ടുകൊണ്ട് കാര്യമല്ല, നരയാണിന്റെ മുകളിൽ തുണി എടുത്തോണ്ട് കാര്യമല്ല. മക്കളുടെ ജീവിതത്തെ അടിമുതൽ ആപാദ ചൂടം ശ്രദ്ധിക്കുകയും കൂടി വേണം. സ്വന്തം ജീവിതത്തെ ശ്രദ്ധിച്ചാ പോരാ. മോനിട്ട പാൻസ് എന്താണ്? അത് നിരയാണ്ട താഴെ പോയാൽ മിണ്ടുന്നുണ്ടോ അല്ലേ? മോന്റെ വേഷവും ജീവിതവും ചിന്തയും വേറെയാണോ? പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. അതുകൊണ്ടാ റസൂല് പറഞ്ഞത് ഒന്നാമത്തെ ചുമതല മാതാപിതാക്കൾക്ക്, രണ്ടാമത്തേത് അവന്റെ ചുറ്റുപാടാണ്, പിന്നെ അവന്റെ കൂട്ടുകെട്ടാണ്. ഈ 3 പോയിന്റിലാണ് എന്റെ വിഷയം ഇന്ന് പൂർണ്ണമാവുക. ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, മാതാപിതാക്കൾ അവനെ എന്താക്കണം അവരാണ് ആദ്യം തീരുമാനം. കാരണം ഇതൊരു ശുദ്ധ പ്രകൃതിയാണ്, ഒരു വെള്ളക്കടലാസാണ്. അവിടെ എന്താ എഴുതുന്നത്? കള്ളം പറയുന്ന അമ്മയാണോ? തെമ്മാടിത്തം ചെയ്യുന്ന ബാപ്പയാണോ? ബാപ്പാനെ കണ്ടിട്ടാ മോൻ വളരുക. മോന്റെ ഏറ്റവും വലിയ റോൾ മോഡൽ ബാപ്പയായിരിക്കും. ഹിറ്റ്ലർ ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരൻ. എന്താ കാരണം? അച്ഛനായിരുന്നു കാരണം, അമ്മായി ആയിരുന്നു കാരണം. ലോകത്താരോടെങ്കിലും ഒരല്പം അലിവുണ്ടായിരുന്നെങ്കിൽ അത് സ്വന്തം മാതാവിനോട് മാത്രമായിരുന്നു. അച്ഛനോട് കടുത്ത വിരോധം, തൊട്ടതിനും പിടിച്ചതിനൊക്കെ മകനെ ക്രൂരമായി മർദ്ദിച്ചു അച്ഛൻ. സ്നേഹം കൊടുത്തില്ല, കാരുണ്യം കൊടുത്തില്ല, അലിവ് കൊടുത്തില്ല, തലോടൽ കൊടുത്തില്ല, സ്നേഹിച്ച് തിരുത്തിയില്ല. ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരനായി ഹിറ്റ്ലർ വളർന്നു. നമ്മുടെയൊക്കെ സാഹചര്യം, നമ്മുടെ കുട്ടികളുടെ പഠനം, പഠിക്കണം. എന്ത് പഠിക്കണം? എന്താ പഠിക്കേണ്ടത്? എന്തിനാ പഠിക്കുന്നത്? കുട്ടിയുടെ മനുഷ്യത്വത്തെ പുറത്തു കൊണ്ടുവരിക. എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മനുഷ്യനാക്കുന്ന. പ്ലാറ്റോയും അരിസ്റ്റോട്ടലും ഗാന്ധിജിയും ഗലീലിയും ലോകം കണ്ട പ്രഗത്ഭരായ ആളുകളൊക്കെ, രാഷ്ട്രീയ മീമാംസകന്മാർ, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ എല്ലാം പറഞ്ഞത് ഒരു നല്ല മനുഷ്യനുണ്ടാക്കുക. സ്കൂളിൽ പോയിട്ട് നന്നാകുന്നുണ്ടോ? പരിശോധിക്ക്. എന്റെ മകൻ, എന്റെ മകൾ സ്കൂളിൽ പോയിട്ട് നല്ലവളായോ അതോ കേടുവന്നോ? എല്ലാ തോന്നിയാസത്തിന്റെ കേന്ദ്രവും അവള് പഠിക്കുന്ന സ്കൂളാണോ? അധ്യാപകനാണ് നല്ല, അവിടുത്തെ ടീച്ചേഴ്സ് ആണ് നല്ല, മറിച്ച് അവിടുത്തെ കരിക്കുലം, അവിടുത്തെ പാഠ്യപദ്ധതി അവന് ലിബറലിസം പകർന്നു കൊടുക്കുന്നതാണോ? ആണിനെയും പെണ്ണിനെയും ഒന്നിച്ചിരുത്തുന്നതാണോ? പഠിക്കാനാണോ പിടിക്കാനാണോ ആധുനിക വിദ്യാഭ്യാസം പഠിപ്പിക്കുന്നത്? ആണിനോട് ആണാകാനും, ആണായി വളരണമെന്നും പെണ്ണ് പെണ്ണായി വളരണമെന്നും ഇന്ന് പഠിപ്പിക്കുന്നുണ്ടോ? മറിച്ച് പറയാണ് പെണ്ണും ആണുമില്ല, ആണിനും പെണ്ണിനും സെപ്പറേറ്റ് ടോയ്ലറ്റ് ഇല്ല, ഡ്രസ്സില്ല, ജീവിത വ്യവസ്ഥകളില്ല, ഒന്നുമില്ല. പിന്നെന്താ ഉള്ളത്? എന്താ എല്ലാരും വീടിന്റെ ഫ്രണ്ട് ഡോറിന് തേക്ക് വെക്കുന്നു? എന്താ ആരും മാവ് വെക്കാത്തത്? എന്താ വെക്കാത്തത്? അതിന് ഉറപ്പില്ലായിട്ടാണ്. പക്ഷെ മാമ്പായം കിട്ടണേ തേക്കിന്റെ അടുത്ത് പോയി എന്നൊരു കാര്യമല്ല. തേക്ക് പിടിച്ച് കുളിക്കാൻ മാമ്പായം കിട്ടൂല. അതിന് മാമ്പായത്തിലോട്ട് പോകണം. മാവായി നിലനിൽക്കണം, തേക്കായി നിലനിൽക്കണം. പന്നീർ പുഷ്പത്തിൽ നിന്ന് ചക്ക ഉണ്ടാവൂല, പ്ലാവിൽ നിന്ന് തേങ്ങ ഉണ്ടാവൂല. തെങ്ങിന്റെ മുകളിൽ കയറണം തേങ്ങ കിട്ടണമെങ്കിൽ. അതിനൊക്കെ അതായി വളർത്തണം. തെങ്ങില് മാങ്ങ ഉണ്ടാകാൻ വിചാരിച്ചാൽ നടക്കില്ല. അങ്ങനെയാണ് നമ്മള് പെണ്ണിനെ ആണാക്കുക, ആണിനെ പെണ്ണാക്കുക. ലോകത്ത് വേറെ എവിടെ നടക്കണില്ല. ജന്തുലോകത്തിന് ബുദ്ധിയും കഥയില്ലാത്തോണ്ട് അത് അതേപോലെ തുടരുകയാണ്. മനുഷ്യനോ ബുദ്ധിയുണ്ട്, കഥയുണ്ട്, കഥകേടുണ്ട്, അവിവേകമുണ്ട്, വിവേകമുണ്ട്, ചിന്തയുണ്ട്, ചിന്താശൂന്യതയുണ്ട്. ഇത് മനുഷ്യന്റെ മാത്രം പ്രത്യേകതയാണ്. അതുകൊണ്ടാ മനുഷ്യൻ തുണി കൊടുക്കുന്നത്. അതുകൊണ്ടാ ലോകത്തൊരു ജീവജാലവും തുണി കൊടുക്കണില്ല. അതുകൊണ്ട് സഗൗരവമായ ചില പോയിന്റുകളിലേക്കാണ് നമ്മൾ വരേണ്ടത്. ഒരു കാര്യം ഞാൻ പറയാം.
നമ്മൾ ഉദ്ദേശിക്കുന്ന റിസൾട്ട് ഒറ്റ ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഉണ്ടാകും എന്ന് നമ്മൾ ഒരിക്കലും കരുതരുത്. പക്ഷെ ഒരു കാര്യം നമുക്ക് തീരുമാനിക്കാം, ഇത് അംഗീകരിക്കുന്ന നമ്മുടെ വീട്ടിലെങ്കിലും ചിന്മകളില്ലാത്ത നന്മ വിളയുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇന്ന് ആ വീട്ടിൽ നടന്ന കാര്യം ഒരു കാരണവശാലും ഇവിടെ വരില്ല എന്ന് ഉറപ്പോടുകൂടി പറയാൻ ഒരാൾക്കും കഴിയാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഞാനിവിടെ കുറേ പ്രശ്നങ്ങൾ ഇങ്ങനെ എണ്ണി പരിഹാരം നിർദ്ദേശിക്കാൻ ടൈമില്ലാതെ പോകുന്ന ഒരവസ്ഥ ഒരുപാട് ആൾക്ക് കാണാം. അത് വരാതിരിക്കട്ടെ. അടിസ്ഥാനപരമായി നമ്മൾ നന്നാവണം, സ്വയം നന്നാവണം, വ്യക്തി നന്നാവണം, കുടുംബം നന്നാകണം, സമൂഹം നന്നാവണം, രാഷ്ട്രം നന്നാവണം. ശരി, എന്താ അതിന്റെ വഴി? ഇപ്പൊ നമ്മുടെ തൊട്ടടുത്ത് ഒരുപാട് മെഡിക്കൽ കോളേജുകളുണ്ട്, പ്രൈവറ്റ് ഹോസ്പിറ്റലുകളുണ്ട്, സർക്കാരിൻ്റെതുണ്ട്, ക്ലിനിക്കുകളുണ്ട്. ഇതെല്ലാം എന്തിനുണ്ടാക്കണത്? രോഗം ഉണ്ടാക്കാനല്ല, രോഗമുക്തമായ ഒരു സമൂഹത്തിന്റെ സൃഷ്ടിക്ക് വേണ്ടിയാണ്. അപ്പൊ അതെങ്ങനെ ഉണ്ടാവുക? ആരോഗ്യമുള്ള ഒരു സമൂഹം ഉണ്ടാകണമെങ്കിൽ എന്താണ് ആരോഗ്യം എന്നറിയണം. ഇന്ന് നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞോ? കുട്ടി ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ടാവും, കമ്പ്യൂട്ടർ അവന് നല്ല വശം ഉണ്ടാവും, ലോകത്ത് പല യാത്രകളും ചെയ്യുന്നുണ്ടാവും, പല ബിസിനസ്സുകളും അവൻ നടത്തുന്നുണ്ടാവും. പക്ഷെ മനുഷ്യനാകില്ല. മനുഷ്യനാകാൻ എന്താ വഴി? മതങ്ങളൊക്കെ ഗൗരവമായി ചിന്തിച്ച കാര്യം അതാണ്. ഇപ്പൊ നിങ്ങൾ നോക്കൂ, നമ്മുടെ ലിറ്റ്മസ് 19 ഇപ്പൊ 24 കഴിഞ്ഞ് 25-ലെത്തി. 2019 സി രവിചന്ദ്രന്റെ നേതൃത്വത്തിൽ കോഴിക്കോട് സ്വപ്നനഗരിയിൽ യുക്തിവാദികളുടെ, നിരീശ്വരവാദികളുടെ, താന്തോന്നികളുടെ ഒരു സമ്മേളനം. താന്തോന്നികൾ എന്നാണ് അവർക്ക് ഏറ്റവും ഫിറ്റായ കാര്യം. കാരണം എന്താണ്? ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് ശരിക്കും അതിന്റെ അർത്ഥം എന്താണ്? ഒന്നിനോടും ബന്ധപ്പെടുത്തി ഒരു ചിന്തിക്കില്ല. അതുകൊണ്ട് തന്നെ എന്താണ്, ഓരോ വ്യക്തിയുടെ തലച്ചോറും എന്താണോ അതേ ഉണ്ടാവും. ഇപ്പൊ നിങ്ങൾ തെരുവിലിറങ്ങിയിട്ട് ഈ ചാനലുകാരൊക്കെ നമ്മുടെ കുട്ടികളോട്, സ്കൂൾ കുട്ടികളോട്, കോളേജ് കുട്ടികളോട് പല തിന്മകളെ കുറിച്ചും ചോദിച്ചു നോക്ക്. കുട്ടികളെ പറയാ, അതിപ്പോ ഓരോരുത്തരുടെ സ്വാതന്ത്ര്യമല്ലേ, ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ, ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ എന്നാണ് ആളുകൾ ചോദിക്കുന്നത്. ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് എന്ത് തെമ്മാടിത്വം ചെയ്യാം, അതാണ് അത്ര സ്വാതന്ത്ര്യം, പുരോഗതി. അങ്ങനെ വിളിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഞാൻ അവിടെയാണ് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒറ്റ കാര്യം അല്ലാഹു വിലക്കി, വലാ തഖറബാ ഹാദിഹി ശജറ ഫതകൂനാ മിനൽ ളാലിമീൻ. അവിടെ എന്താ ശരിക്കും അല്ലാഹു പറഞ്ഞേ? സൂറത്ത് ബഖറയാണ് 2-ാം അധ്യായം. ആ 2-ാം അധ്യായത്തിലെ 30 മുതൽ 37 വരെയുള്ള വചനം നിങ്ങളൊന്ന് വായിച്ചു നോക്കിയേ. ആ വചനത്തിൽ അല്ലാഹു പറയാ, വലാ തഖറബാ ഹാദിഹി ശജറ, ആ മരത്തെ കൊള്ള സമീപിക്കരുത്. ഒരു വിലക്ക്, സ്വർഗത്തിൽ വേറെ എവിടെയും ഒരു വിലക്കുണ്ടായില്ല, ഒരൊറ്റ വിലക്ക്. അതിന്റെ അർത്ഥം എന്താ? ഒരു വിലക്കും ബാക്കി 100 കാര്യം ഉണ്ടെങ്കിൽ ഒറ്റ വിലക്കേ ഉള്ളൂ. അത് ചെയ്യരുത്, ബാക്കിയൊക്കെ ചെയ്യാൻ. എന്നിട്ട് അത് ചെയ്യാനല്ലേ ആദം നബി ശ്രമിച്ചത്? പിശാച് അതിനല്ലേ പ്രേരിപ്പിച്ചത്? നോക്കൂ, അല്ലാഹു പറയാണ് സൂറത്ത് ബഖറയുടെ 35, 36, 37. അപ്പൊ അവിടെ തെറ്റ് ചെയ്യുന്നു. ആദം നബിയോട് വിലക്കിയത് ചെയ്യുന്നു. ആദ്യം ചെയ്തു, ആദ്യത്തെ മനുഷ്യൻ തന്നെ ചെയ്തു. ആദമിന്റെ 2 മക്കൾ ഒരാളെ അസൂയ മൂത്ത് കൊന്നില്ലേ? കൊലപാതകം ഉണ്ടായില്ലേ? ഉണ്ടായി. ഇന്ന് കൊലപാതകല്ലേ? ഉണ്ട്. അന്നുമില്ലേ? ഉണ്ട്. എന്താ പരിഹാരം? എന്താ പരിഹാരം? ആദം നബിയുടെ കാലഘട്ടത്തിലും ശേഷം മക്കളുടെ കാലഘട്ടത്തിലും മനുഷ്യന്റെ അടുത്ത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഫുജൂറും തക്കവയുണ്ട് എല്ലാവർക്കും. ഇസ്ലാം എങ്ങനെയാ നോക്കിക്കാണുന്നത് മാനവകുലത്തെ? വിശുദ്ധ ഖുർആൻ അവതരിച്ചതിന്റെ ലക്ഷ്യമായി പരിശുദ്ധ റമദാനിന്റെ പടിവാതിക്കലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഞാൻ നിങ്ങളോടൊക്കെ പറയണം, ഉറച്ച തീരുമാനമായിട്ടാവണം ഈ ഗേറ്റ് കടന്ന് പുറത്തോട്ട് പോണ്ടത്. ഇവിടെ നല്ലൊരു മൈതാനം, അത്ര ചൂടൊന്നുമില്ല, മഞ്ഞ് പെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാരും ഇവിടെ ഇരുന്നുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കേൾക്കുകയാണ്. കേട്ടാ പോരാ, തീരുമാനം എടുക്കണം. ജനങ്ങളോട് കുറെ പറയാ, സ്വന്തം ജീവിതത്തിൽ അതില്ലാതെ പോവുക അതല്ല. ഞാൻ എന്റെ വീട്ടിലേക്ക് മടങ്ങുമ്പോ എന്റെ ചിന്ത, എനിക്ക് ഇത്ര മക്കളുണ്ട്,
ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. അവരിന്നടത്ത് പഠിക്കുന്നുണ്ട്. ഇന്നത് പഠിക്കണം, ഇന്നതിന്റെ കൂടെ ഇന്നതാകണം. മദ്രസ ചുരുങ്ങിയ സമയമാണ്. ട്യൂഷൻ ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, മാത്സ് ഉണ്ട്. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഇങ്ങനെയൊക്കെ മക്കളെ പഠിപ്പിച്ചിട്ട് ഏതെങ്കിലും ഒരു മകനൊന്ന് ഉപകരിക്കുന്നുണ്ടോ? നിങ്ങള് 50 ലക്ഷോ 60 ലക്ഷോ മുടക്കി MBBS പാസ്സാക്കി കുട്ടിനെ. ഓൻ ലണ്ടനിൽ പോയി, ഓൻ അമേരിക്കയിൽ പോയി, ഓൻ അവിടെ സെറ്റിൽഡാ. ജീവിതത്തിൽ നിങ്ങൾ തിരിഞ്ഞു നോക്കിയിട്ടില്ല. വേറൊരുത്തുണ്ടായിരുന്നു, തെക്ക് വടക്കാടുന്ന SSLC ഒന്നും പാസ്സായില്ല. ഓനെ പിന്നീട് ഉപകാരപ്പെട്ട് 10 ഉറുപ്പ്യന്റെ പേരിൽ മുടക്കിയിട്ടില്ല. സത്യല്ലേ? സത്യല്ലേ? ചിന്തിക്കും, ആലോചിക്കും. ഇപ്പൊ എവിടെയാണ് പ്രശ്നം? എന്താണ് പ്രശ്നത്തിലേക്ക് വരുമ്പോ പരിഹാരം ഉണ്ടാകണം. ഇസ്ലാമിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇസ്ലാം മനുഷ്യനെ അപഗ്രഥിക്കുന്നു എന്നുള്ളതാണ്. ആരാണ് മനുഷ്യൻ? എന്താണ് മനുഷ്യന്റെ പ്രത്യേകത? അപ്പൊ കുട്ടികൾ ചോദിക്കും, എന്താ ഒരാണിനെ കല്യാണം കഴിച്ചാൽ? നമ്മുടെ മക്കൾ ചോദിക്കാണ്, അറിയില്ല, വിവരല്ല, ചിന്തല്ല. കുട്ടി ബാഗ് വെച്ചിട്ടുണ്ട്, സ്കൂളിൽ പോകുന്നുണ്ട്, അറിയപ്പെട്ട സ്കൂളിലാണ് പോകുന്നത്. സ്കൂളിലെ പാഠ്യപദ്ധതി എന്താന്ന് പരിശോധിക്കും. അങ്ങേയറ്റം ദീർഘവീക്ഷണമുള്ളവർ നടത്തുന്ന ചില സ്കൂളുകളുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ നിങ്ങൾ നോക്ക്, നമ്മുടെ മലപ്പുറത്ത് ഒരുപാട് സ്കൂളില്ലേ ഉണ്ട്. അതുകൊണ്ട് കഞ്ചാവ് ഉപയോഗിക്കാത്ത ഏതെങ്കിലും, കഞ്ചാവ് ഉപയോഗിക്കാത്ത ഒരു സ്കൂളുണ്ടോ? ഉണ്ടോ? നിങ്ങൾ ചിന്തിച്ചോ? എന്തുകൊണ്ടുണ്ടാകുന്നു? കാരണം കഞ്ചാവ് ലീഗലൈസ് ചെയ്യണം എന്നാണ്. വലിയ ബുദ്ധിജീവി എന്ന് പറയുന്ന ആളുകളുടെ പ്രസംഗം എന്താ? കഞ്ചാവ് ബേക്കറിയിൽ കേക്ക് കിട്ടുന്ന പോലെ കിട്ടണം. അങ്ങനെ കിട്ടുന്ന ഒരു കാലം വരണം. എന്നിട്ടോ ഉമ്മാനെ കൊല്ലണം, അമ്മയെ ബലാത്സംഗം ചെയ്യണം. ഇത് പ്രസംഗിക്കുന്ന ആരാ? ഗുരു നിത്യചൈതന്യ യതിയുടെ കൂടെ 5 സന്യാസിമാരുടെ കൂടെ ജീവിച്ച പ്രഗത്ഭനായ ഒരു സന്യാസിയായിരുന്നു മൈത്രേയൻ. ആ മൈത്രേയൻ എന്ന സന്യാസി സമ്പൂർണ്ണ തോന്നിയാസിയായി മാറി. ഇപ്പോ അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളിൽ എന്താ? തള്ളയും തന്ത എന്തിനാ വെറുതെ മക്കൾക്ക് ഭാരാകുന്ന, പോയി ചത്തൂടെ എന്നാണല്ലോ ചോദ്യം. ഓനെ കേൾക്കാൻ എത്ര ആളുണ്ട് ഇവിടെ എന്നറിയോ കേരളത്തിൽ? ഓൻ ഭയങ്കര ബുദ്ധിജീവിയാണെന്നാ പറയുന്നത്. ഓൻ പറയണേ കഞ്ചാവ് എല്ലാവർക്കും കിട്ടണം എല്ലായിടത്തും. എന്നിട്ടോ എന്താ അടുത്ത പടി? കഞ്ചാവ് ഉപയോഗിച്ച അടുത്ത പടി എന്താണ്? മൈത്രേയനൊക്കെ ജീവിതത്തിൽ ജയിലിൽ നിന്ന് പുറത്തു വരാൻ പാടില്ലാത്തൊരു അധർമ്മകാരിയാണ്. പക്ഷെ തൊടാൻ പറ്റി നമ്മുടെ സർക്കാരിന്. നമ്മുടെ നാട് ഭരിക്കുന്നവർക്കൊക്കെ നിങ്ങൾ എത്ര തെമ്മാടിത്തം ചെയ്തോ നിങ്ങൾക്ക് സംരക്ഷണം കിട്ടും. നിങ്ങൾ നല്ലതിന് വേണ്ടി ഇറങ്ങിയോ നിങ്ങൾക്ക് NIA കേസെടുക്കും, നിങ്ങളെ ജയിലിൽ കൊണ്ടാകുമ്പോഴും നിങ്ങളെ പാസ്പോർട്ട് പിടിച്ചു വെക്കും, എല്ലാം ചെയ്യും. നിങ്ങൾ നന്നായാല്, നിങ്ങൾ കേടുവന്നാലോ നിങ്ങൾക്ക് എല്ലാ അംഗീകാരവും സർക്കാർ നേരിട്ട് വന്ന് നടത്തി തരും. നിങ്ങൾക്ക് കളിച്ചാപ്പെടുത്തണോ? സർക്കാർ കടലാസ് തരും. ഇപ്പൊ ലേബർ ഇന്ത്യയുടെ പിറകിൽ പ്രവർത്തിക്കുന്ന ആളാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സഫാരിയുടെ ലോകം സഞ്ചരിച്ച, എനിക്ക് തോന്നുന്നത് 175-ലധികം വരുന്ന രാഷ്ട്രങ്ങൾ സന്ദർശിച്ച ആളാണ് സന്തോഷ് ജോർജ് കുളങ്ങര. ഇവരാണ് ലൈംഗിക ദാരിദ്ര്യമുള്ള നാട്, അതുകൊണ്ട് വേശ്യാലയം ഉണ്ടാകണം. കല്യാണം കഴിച്ച് കുടുംബത്തെ ഭദ്രമായി പോറ്റാൻ കഴിയാത്തവനും ലൈംഗിക ദാഹം തീർക്കണ്ടേ, അതിന് വേശ്യാലയം തുടങ്ങണമെന്ന് പ്രസംഗിച്ച ആളാ ലേബർ ഇന്ത്യയുടെ പിറകിൽ. പ്ലാനിംഗ് കമ്മിറ്റിയുടെ ചെയർമാനൊക്കെയാണ് അത്രേ. വലിയ ബുദ്ധിജീവിയാണ്, പക്ഷെ വിവരല്ല. ബുദ്ധിജീവിയായ വിവരം ഉണ്ടാവില്ല. ബുദ്ധിജീവി ആവും തോറും വിവരം കുറഞ്ഞു വരും. അതാണ് അറിവും തിരിച്ചറിവും രണ്ടും രണ്ടാ. അറിവും തിരിച്ചറിവും നമ്മൾ വിഷ്ടെന്ന് പേര് സ്വീകരിച്ച എന്താ? അറിവ് എന്നല്ല അതിന്റെ അർത്ഥം, തിരിച്ചറിവ് എന്നാണ്, വിവേകം എന്നാണ്. ജ്ഞാനത്തിന്റെ കൈലാസം കയറുകയാണ്. അവിടെയാണ് മനുഷ്യനാരാണ് എന്ന തിരിച്ചറിവാണ് ഒന്നാമതായി ഉണ്ടാകുന്നത്. ആ മനുഷ്യനാരാണ് എന്ന തിരിച്ചറിവിൽ നിന്ന് മനുഷ്യനെ എങ്ങനെ നന്നാക്കാം. എന്തെല്ലാം വസ്തുക്കൾ നമ്മൾ ശുദ്ധീകരിക്കുന്നു? സ്വർണ്ണമല കുഴിച്ചെടുക്കുന്നു, സ്വർണത്തിന്റെ കഷ്ണങ്ങൾ കൊണ്ടുവരുന്നു, എന്നിട്ട് അത് അപ്പടി ജ്വല്ലറി കൊണ്ടുപോയി വെക്കുന്നുണ്ടോ? ഇല്ല. അത് കൃത്യമായി സംസ്കരിച്ച് അതിലെ മാലിന്യങ്ങളെ ദൂലീകരിച്ച്, നമുക്കറിയാം തട്ടാന്റെ ഊതി കാച്ചിയ പൊന്നാക്കി മാലിന്യങ്ങളൊക്കെ നീക്കിക്കളഞ്ഞ് സ്ഫുടം ചെയ്യുക, അതിനാണ് സംസ്കരിക്കുക എന്ന് പറയാ. ആ സംസ്കാരം മനുഷ്യന് പറഞ്ഞതാണ്. അമ്മനെ നമ്മൾ സാധാരണ നാട്ടു പറയും അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാത്തവര്. ഇന്നതില്ല. അതുകൊണ്ടാണ് ലിസ്ബൺ 19-ല് മനു പ്രസാദ്, ആലപ്പുഴക്കാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഓൻ എന്തേ പ്രസംഗിച്ചേ? അമ്മ സമ്മതിച്ചാൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ അമ്മയായിട്ട്. മനസ്സിലായില്ലേ? പെങ്ങളെ ഭോഗിക്കാം, മകളെ ഭോഗിക്കാം എന്ന് പ്രസംഗിക്കാണ്. കേരളക്കരയിൽ ആദ്യമായിട്ട് ആ പ്രസംഗം നടത്തിയ ആളാണ് മനു പ്രസാദ്. ഓനെ വളർത്തിയത് EA ജബ്ബാറാണ്, ഓനെ വളർത്തിയത് C രവിചന്ദ്രനാണ്. 2 ജന്മങ്ങള്, നാഷണൽ വേസ്റ്റുകള്. വളച്ചേട്ടി പറയാൻ അറിഞ്ഞൂടാത്തോണ്ടോ ലോകത്തിന് ഒരു കോൺട്രിബ്യൂഷൻ നൽകാത്ത 2 ജന്മങ്ങൾ. ആലോചിച്ച് നോക്ക് നിങ്ങള്. ഒരു ലോകത്തോട് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടോക്ക്. എന്താ അവർ ലോകത്തോട് ആവശ്യപ്പെടുന്നത്? എന്താ അവർ ലോകത്തെ പഠിപ്പിക്കുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇപ്പൊ നമ്മുടെ മലപ്പുറം ജില്ലക്കാരനായിട്ട് ജീവിച്ച ലിയാക്കത്തിൽ പെരിന്തൽമണ്ണയിൽ നിന്ന് അവിടുത്തെ കമ്പ്യൂട്ടർ സെന്ററിൽ നിന്ന് ഒരു പെൺകുട്ടിനെ അടിച്ചു മാറ്റി കെട്ടി
എല്ലാ തോന്നിയാസവും ചെയ്ത് ജീവിച്ചവനാണ് മതത്തിനെതിരെ ശബ്ദിക്കാൻ വരുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. മോനെ പ്രസംഗം എന്താണ്? ഇതിനാ ഭാര്യ ഭർത്താവിനോട് സമ്മതം ചോദിക്കണെന്നാണ്. എന്തിനാണ് ഭാര്യ ഭർത്താവിനോട് സമ്മതം ചോദിച്ച് പുറത്തു വന്ന് ഏത് സമയം പോയിക്കൂടെ? അതുകൊണ്ട് വീട്ടിൽ വെച്ച് പ്രസംഗിക്കുമ്പോൾ ഞാനും വിചാരിക്കാണ് അവന്റെ ഭാര്യ അത് കേൾക്കല്ലോ. ഓള് നട്ടപ്പാതിര 2 മണിക്ക് കുളിച്ചൊരുങ്ങി ചുണ്ടിലൊക്കെ ലിഫ്റ്റ് ഇട്ട് ഇറങ്ങുമ്പോ ജങ്ങട്ടാ നിങ്ങളല്ലേ ഇന്നലെ പ്രസംഗിച്ച് ഭാര്യക്ക് സമ്മതം ഒന്നും വേണ്ട, ഞാൻ അങ്ങനെ പോകാറുണ്ട്. എനിക്ക് ആ ജാതി ഓന് മോളുണ്ട്, ഓന്റെ മോളോ എന്റെ പ്രസംഗം കേൾക്കണ്, പിന്നെ അത് നന്നാവോ? ഞാൻ ചോദിക്കുന്നത് നന്നാക്കണം എന്നാണോ? ലോകം നന്നാകണം എന്നാണോ? നാട് നന്നാകണമെന്നാണോ? എന്തു ചെയ്യും? ഇതൊരു ചോദ്യമാണ്. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അപ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ധർമ്മത്തിന് ചുതി സംഭവിക്കുമ്പോ അധർമ്മം കൊടികുത്തി വാഴുമ്പോ എന്താ ധർമ്മം? എന്താ അധർമ്മം? എന്താണ് ധർമ്മം? എന്താണ് അധർമ്മം? അതിനെക്കുറിച്ചുള്ള ചോദ്യത്തിൽ ഇസ്ലാമിന് മാത്രമേ ഉത്തരവുള്ളൂ. ഇസ്ലാമിന് മാത്രമേ ഉത്തരവുള്ളൂ. ഞാൻ ലളിതമായ ഒരു ഉദാഹരണത്തിലൂടെ പറയാം. ഇപ്പൊ ആദില നൂറ എല്ലാവർക്കും അറിയാവുന്ന ഒരു ആലുവക്കാരിയും ഒരു കോഴിക്കോട്ടുകാരിയും ആദില നൂറ എന്ന് പറയുന്ന 2 പെൺകുട്ടികൾ. അവർ 2 പേരും ഒന്നിച്ച് ജീവിക്കുന്നു. അതിന് കല്യാണം എന്നവർ പറയുന്നു. കാരണം കല്യാണം എന്താന്ന് മക്കൾക്ക് അറിയില്ല. കല്യാണം എന്ന് പറഞ്ഞാൽ ആണുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന കല്യാണം നല്ല മോനെ പറയാ, അത് സൊഡോമിയാണ്. ഒരു പെണ്ണിനെ ആയിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് ജീവിക്കുന്ന ലെസ്ബിയനാണ്. കല്യാണം എന്ന് അറിയില്ല, അതിന് കല്യാണം എന്ന് അറിയില്ല. പക്ഷെ അതിന് കല്യാണം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? കല്യാണം എന്താന്ന് പോലും അറിയാത്ത മരമണ്ടന്മാരാണ് ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ചാനലിൽ ഇരിക്കുന്ന വ്യക്തി കറുത്ത കോട്ടിട്ടിട്ടുണ്ട്, ഷൂ ഇട്ടിട്ടുണ്ട്, ഷോക്സ് ധരിച്ചിട്ടുണ്ട്, എവിടെ വരെ കൈയുണ്ട്, മുഖവും മുൻകൈയും മാത്രമാണ് കാണുന്നത്. എന്നിട്ട് അതേ ചെങ്ങായി പറയാണ് ഓള് തുണി ഉടുക്കരുത്. അങ്ങനെയുണ്ട്. ഓന് കാണാനാ? ആണിനെ കാണാനല്ല, പെണ്ണിനെ കാണാനാണ്. എന്താ ആണ് ലിപ്സ്റ്റിക് ഇടാത്ത? ഞാൻ സ്ത്രീകളോട് ചോദിക്കും എന്താ ഞങ്ങൾ ഇടാത്ത? ഞങ്ങൾക്ക് നല്ല സൗന്ദര്യ, ഞങ്ങൾക്ക് വെറുതെ കൃത്രിമത്വം ചേച്ചാൽ അല്ല സൗന്ദര്യം ഉണ്ടാകുക. നിങ്ങൾക്ക് ആ തോന്നലുണ്ടായി, നിങ്ങൾക്ക് ആ തോന്നൽ. അതുകൊണ്ട് ആ ചുണ്ടിൽ വാരി പറ്റി ശരിക്കും ആശാരിന്റെ ഉളി വെച്ചിട്ട് ഇങ്ങനെ, അതായത് കവിള് വലത്തെ കവിളൊക്കെ ഇങ്ങനെ വെച്ച 1.5 കിണ്ടൽ പുട്ടി, വലത്തെ ഭാഗത്തുനിന്ന് 1.5 കിണ്ടൽ പുട്ടി ഇടത്തെ ഭാഗത്തുനിന്ന്. ചുണ്ടിലോ 1 കിലോ ചുണ്ട് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ, അത് 10 ഇത്ര ഉണ്ട്. എന്തിനാ പൊന്നുമോടെ ഈ ചുണ്ട് ചോപ്പിച്ച്? എന്തിനാ ചോപ്പിച്ച്? ഈ എന്തിനാ ഭക്ഷണം കഴിക്കണത്? ആരോഗ്യം ഉണ്ടാകാനാ? വസ്ത്രം ധരിച്ച എന്തിനാ? നഗ്നത പറയാം. ഈ ചുണ്ടിൽ തേച്ച എന്തിനാ? ആരെ കാണിക്കാനാ? എന്താണ് അതിന്റെ മെസ്സേജ്? എന്താ സന്ദേശം? എന്താ സന്ദേശം? പെണ്ണിനെ എങ്ങനെ ആനയിച്ചാലേ ഹോസ്പിറ്റലിന്റെ റിസപ്ഷനിൽ കച്ചവടം കിട്ടൂ. ആര് ഹോസ്പിറ്റലിൽ നടത്തിയാലും അതിന്റെ മുന്നിൽ എന്താ സുന്ദരികൾ, എന്താ കറുത്ത പെണ്ണുങ്ങളില്ലാത്ത? ചിന്തിക്ക്. ഞാൻ പച്ചക്ക് പറയാണ്, എന്താ കറുത്ത പെണ്ണുങ്ങളില്ലാത്ത? ഇതല്ലാത്ത പെണ്ണെ നീ അറിയണം, ആണിന്റെ ചട്ടുകമാണ് നീ. സ്വന്തമായി ബുദ്ധി ഉപയോഗിക്കാത്ത വർഗമാണ് നിങ്ങൾ. നിങ്ങളിട്ട് ഏതെങ്കിലും ഒരു ഡ്രസ്സ് ആണ് ഡിസൈൻ ചെയ്തതല്ലാത്തതുണ്ടോ? ഏതെങ്കിലും ഒന്ന്? ഇസ്ലാമിൽ മാത്രമേ അള്ള ഡിസൈൻ ചെയ്ത ഡ്രസ്സ് പെണ്ണിടുന്നുള്ളൂ. ഭർത്താവ് പറഞ്ഞ ഡ്രസ്സല്ല ഓളിടുന്നത്. അല്ല, ഭർത്താവിന്റെ ഇഷ്ടത്തിനൊത്ത ഡ്രസ്സ് പെണ്ണിനില്ല ഇസ്ലാമിൽ. അള്ള പറഞ്ഞു എന്ന ഡ്രസ്സ് മതി പെണ്ണിന്. അള്ള പറഞ്ഞു ആണിന് ഇന്നത് മതി. അതാണ് ഇസ്ലാമിന്റെ ഒരു പ്രത്യേകത. ആണും ഡിസൈൻ ചെയ്തിട്ടില്ല, പെണ്ണും ഡിസൈൻ ചെയ്തിട്ടില്ല. നേരെ മറിച്ച് സ്ത്രീകൾ എന്തിടണം ആരവിടെ തീരുമാനിക്കണത്? ആണാ തീരുമാനിക്കണത്. സ്ത്രീകൾ എന്ത് പഠിക്കണം ആണാ തീരുമാനിക്കണത്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു തീരുമാനം ഉണ്ടോ? ഇല്ല. നിങ്ങൾ പഠിക്കണത് എന്തിനാണ്? ജോലിക്കാണ്. നിങ്ങളുടെ ലക്ഷ്യം അത് മാത്രമാണ്. പഠിപ്പിന്റെ ലക്ഷ്യം ജോലിയല്ല. 30 ലക്ഷങ്ങൾ എണ്ണിയാൽ അതിൽ 30ാമത്തെ കാര്യമാണ് ജോലി. അതിൽ 1, 2, 3 ഒന്നും ജോലിയല്ല. അതുകൊണ്ട് പഠിച്ചിട്ട് ജോലി കിട്ടിയില്ലെങ്കിലോ പിന്നെ എന്തിനാ പഠിച്ചതെന്നാ? പഠിച്ചത് മനുഷ്യനാകാനാ, പഠിച്ച ജോലി കയറാനല്ല. അല്ല, ജോലിക്ക് കയറി അതിന്റെ ഗുണമുണ്ട്, അതിന്റെ ദോഷമുണ്ട്. എല്ലാറ്റിനും ഗുണമുണ്ട്, ദോഷമുണ്ട്. പക്ഷെ സമൂഹം എന്ത് എന്നത് ഗൗരവമായി പഠിക്കുമ്പോൾ ഇസ്ലാമിന് ചിലത് പറയാനുണ്ട്. ഞാൻ നിങ്ങൾക്ക് വളരെ ലളിതമായി, അധിക സമയം സംസാരിക്കാനുള്ള ശേഷിയില്ല, ഞാൻ ഉറപ്പിച്ച് പറയുന്ന ഒരു കാര്യം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, ഓരോ പോയിന്റ് നിങ്ങൾ പഠിച്ചു വെച്ചോളൂ. ജവഹർലാൽ നെഹ്റു ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി പറയുന്നുണ്ട്, അറേബ്യ ഡാർക്ക് ഏജിലായിരുന്നു. ഡാർക്ക് ഏജ് എന്ന് പറഞ്ഞാൽ ഇരുണ്ട യുഗം. ഇരുണ്ട യുഗം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ലൈറ്റ് ഇല്ലാത്ത കാലം എന്നുള്ള അർത്ഥത്തിലല്ല. അവിടെ ദൈവേതരരെ, സൃഷ്ടികളെ ആരാധിച്ചിരുന്നു. കല്ലും മുള്ളും മുരടും
മൂർഖൻപാമ്പും ഗാനിരക്കുറ്റിയും ആൽത്തറകളും മക്ബറകളും ജാറങ്ങളും പുണ്യപുഷ്പങ്ങളും മണ്ഡപങ്ങളും ശ്രീകോവിലുകളും ആൽത്താരകളും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും മലക്കുകളും ജിന്നുകളും അമ്പിയാക്കളും മൗലിയാക്കളും ദേവിമാരും ബീവിമാരും ആരാധിക്കപ്പെട്ടിരുന്നു. അതൊരു വലിയ ഇരുട്ടാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുട്ട് ബൗദ്ധൈവ വിശ്വാസമാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഇരുട്ട് ബൗദ്ധൈവ വിശ്വാസമാണ്. അതാണ് ഒന്നാമത്തെ തിന്മ. അത് അറേബ്യയിൽ അപങ്കുരം തുടർന്നു എന്ന് നെഹ്റു പറയുന്നു. വ്യഭിചാരം സാർവത്രികമായിരുന്നു. ഇന്നില്ലേ? അന്നില്ലേ? അന്ന് മദ്യല്ലേ? അത് മനുഷ്യന്റെ ബുദ്ധിയെ ഭ്രമിപ്പിച്ചിട്ടില്ലേ? ഉണ്ട്. തിന്മ ചെയ്യാൻ അവരെ പ്രേരിപ്പിച്ചിട്ടില്ലേ? ഉണ്ട്. അന്യനെ കൊല്ലാൻ പ്രേരിപ്പിച്ചിട്ടില്ലേ? ഉണ്ട്. ഒരൊട്ടകത്തിന്റെ കയറിന് വേണ്ടി അവർ 40 വർഷത്തോളം യുദ്ധം ചെയ്തിട്ടില്ലേ? ഉണ്ട്. അപ്പൊ അന്നൊക്കെ അതുണ്ടോ? ഉണ്ട്. ഇന്ന് വ്യാപകമാണ്. ഇന്ന് കൊടുക്കാൻ വേഗത കൂടും. ഇന്ന് ഏത് വേഗതയിലും അത് എത്തിപ്പെടും. അന്ന് അങ്ങനല്ല. അന്ന് ഏതെങ്കിലും ഒരു രാജ്യത്ത് തന്നെ കപ്പൽ വഴി വരണം, തുറമുഖം കടന്നു വരണം. അങ്ങനൊന്നും വേണ്ട. അങ്ങനൊന്നും വേണ്ട. സ്കൂളിന്റെ തൊട്ട് മുമ്പിലുള്ള പെട്ടിക്കടകളെ നല്ലോണം സൂക്ഷിച്ചാൽ മതി. പെട്ടിക്കടക്കാർക്ക് തൽക്കാലം പണക്കുണ്ടാവും. സ്കൂളിന്റെ മുമ്പിലെ പെട്ടിക്കടകളെ നാട്ടുകാർ ശ്രദ്ധിക്കണം. പെട്ടിക്കടയിൽ ഒരു കാര്യം മാത്രമല്ല കൊടുക്കുന്നത്, പലതും കൊടുക്കുന്നുണ്ട്, പലതും കിട്ടുന്നുണ്ട്. നമ്മുടെ പെൺകുട്ടികൾ വിൽപ്പനക്കാരാണ്. അറിയോ നിങ്ങൾക്ക്? സിന്തറ്റിക് ലഹരികൾ വിൽക്കുന്നതിൽ പെൺകുട്ടികൾ മുന്നിൽ നിൽക്കുന്നു. അറിയോ? ഒന്നുകൂടി ഞാൻ പറയാം. ആൺകുട്ടികളെക്കാളും തിന്മ ചെയ്യാനുള്ള ചങ്കൂറ്റം പെൺകുട്ടികൾക്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കുറ്റകൃത്യങ്ങളിൽ ഏറ്റവും വലിയ കുറ്റകൃത്യം ഇന്ന് ചെയ്യുന്നതിൽ പെണ്ണ് മുന്നിൽ നിൽക്കുന്നു. സംശയമുണ്ടോ നിങ്ങൾക്ക്? പെണ്ണ് മുന്നിൽ നിൽക്കുന്നു. ഒരു ചെക്കൻ പഠിക്കാൻ നല്ലോണം വന്നാൽ ഓന്റെ കോളർ പിടിച്ചിട്ടടാ ഞാൻ ചുണ്ട് ചായം തേച്ചിട്ടും ഇജ്ജ് എന്താടാ എന്നെ നോക്കാത്തതെന്ന് ഓള് ചോദിക്കുകയാണ്. അന്നെ കാണാനും എന്നെ ആകർഷിക്കാനാണ് ഞാനിത് ചെയ്ത്. ഇജ്ജ് എന്താ നോക്കാത്തത്? ഇജ്ജ് ആണല്ലേ? ഓളെ ചുണ്ടിൽ നോക്കാത്തവൻ ആണല്ല എന്നാണ് ഓളെ പ്രഖ്യാപനം. അപ്പോൾ എന്തിനാ ആണുങ്ങളെ കാണിക്കാനിട്ടതാ? ഒരു മാടി വിളിക്കണം. 8 പെണ്ണും ഒരാണും അങ്ങനൊക്കെ 4 പെണ്ണ് ഒരാണ്. നിങ്ങൾ ചിന്തിച്ചോക്കൊണ്ടു. നിങ്ങൾ എവിടെ നോക്കിക്കോ ഒരു പറ്റം പെണ്ണുങ്ങളും ഒരാണുങ്ങളും. നേരെ തിരിച്ചാണ്. പാഞ്ചാലിയിൽ നിന്നൊക്കെ ചരിത്രം മാറി. അതാ പുതിയ തലമുറയുടെ അവസ്ഥ. അതുകൊണ്ട് തന്നെ ഞാൻ ചോദിക്കുന്നു, ഇതൊക്കെ ഉണ്ട് നിങ്ങൾക്കൊക്കെ അറിയില്ലേ? എനിക്കറിയില്ലേ? നാട്ടുകാർക്ക് അറിയില്ലേ? എന്ന് യൂട്യൂബിൽ കാണുന്നില്ലേ? എന്നിട്ട് മൂക്കത്ത് കൈവെക്കില്ലേ? ഉണ്ട്. കല്യാണ വീട്ടിൽ പടക്കം പൊട്ടി ചെറിയ കുട്ടി അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കണ്ടിട്ടില്ലേ? നാളെ പടക്കം പൊട്ടാതിരിക്കോ? ഇല്ല. ആ പടക്കം പൊട്ടി കണ്ടിട്ട് നബീസോ ഇജ്ജ് അറിഞ്ഞോ? അമ്പ് വീട്ടില് ആ നബീസോ എന്ന് വിളിച്ചോലാണ് പടക്കം വാങ്ങിയില്ലേ മക്കളെ എന്ന് ഓള് ചോദിക്കണ്. ഓളെ തലക്ക് മുട്ടിയെടുത്ത് അടിക്കണ്ടേ? ഓള് പിന്നെന്തിനാ നബീസോ എന്ന് ചോദിച്ചേ? എന്തിനു? കല്യാണ വീട്ടിൽ ഞാൻ മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു, ഒരു കേന്ദ്രത്തിൽ നിന്നും പട്ടാളം ഇറങ്ങിയാലേ ഒരു മുസ്ലിമിന്റെ വീട്ടിൽ കല്യാണം നടക്കും. ക്രിസ്ത്യാനിന്റെ വീട്ടിൽ ഹിന്ദുവിന്റെ വീട്ടിൽ അന്തസ്സായിട്ട് നടക്കും. മാപ്പിളാരെ വീട്ടിൽ നടക്കില്ല. അതിന്റെ കാരണം ആരാ അറിയോ? അതിന്റെ കാരണം പുരോഹിതന്മാരാ. എന്താ? ആ ജനത നന്നായില്ല. ആ ജനത നന്നാക്കുന്ന ഒരു പരിപാടി ഓൽക്കില്ല. ഓല പള്ള വീർപ്പിക്കുന്നതും ഓല ഖജനാബ് വീർപ്പിക്കുന്നതും പണിയെ ഓൽക്കുള്ളൂ. ആർക്ക്? ഉസ്താദ്മാർക്കേ. ഞാൻ തെളിച്ചു പറഞ്ഞ ദേഷ്യം പിടിച്ചു. സമൂഹം മാറണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? നിങ്ങൾ എന്റെ കൂടെ നിന്നോളി. സമൂഹം നന്നാകണമെന്നോ സോപ്പിട്ടിട്ട് കാര്യമല്ല, ഇങ്ങനെ മൂക്കിടിച്ചിട്ട് കാര്യമല്ല. നേർക്ക് നേരെ പറയണം. നേർക്ക് നേരെ നിങ്ങൾ പറഞ്ഞു. അള്ളാഹുവിന്റെ റസൂലിനോട് അല്ല പറയാണ്, നബിയേ താങ്കളുടെ കുടുംബത്തിൽപ്പെട്ടവരോട് പറ. വയോവൃദ്ധന്മാരോട് മാത്രമല്ല, ആ കുടുംബത്തിലെ മുഴുവൻ ആളുകളോടും ഇത് വിളിച്ചു പറയുന്നു. എന്നിട്ട് എല്ലാരെയും വിളിക്കുന്നു. സഫിയനെ വിളിക്കുന്നു, അമ്മായിനെ വിളിക്കുന്നു, മൂത്താപ്പനെ വിളിക്കുന്നു, എളാപ്പനെ വിളിക്കുന്നു. മോളെ ഫാത്തിമ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഞാൻ ആളല്ല മോളെ, ഞാൻ അള്ളാന്റെ ദൂതനാണ് മോളെ. വളരെ വ്യക്തമായ ഒരു പ്രബോധനത്തിന്റെ ശൈലി ഇസ്ലാം രൂപപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഗൗരവപ്പെട്ട ഒരു ശൈലി രൂപപ്പെടുത്തിയിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ആ സമൂഹത്തെ നന്നാക്കാൻ ഇറങ്ങിയപ്പോ നബി എന്തേ ചെയ്തത്? ഞാൻ നിങ്ങളോട് ഉറച്ചു വിശ്വസിക്കുന്നു, പടച്ചവനെ പഠിപ്പിച്ചു കൊടുക്കുകയല്ലാതെ, അള്ളാഹുവിലേക്ക് മനുഷ്യരെ തിരിച്ചു വിളിക്കുകയല്ലാതെ, യൗവനത്തെ പടച്ചതമ്പുരാനിലേക്ക് തിരിച്ചു വിളിക്കുകയല്ലാതെ വേറെ രക്ഷയുണ്ടോ? മിസ്അബ് റളിയല്ലാഹു അൻഹു, യങ് മാൻ, ലോകം കണ്ട ഏറ്റവും വലിയ സുന്ദരൻ, കോടീശ്വരൻ, വായിൽ സ്വർണ്ണക്കരണ്ടിയുമായി ജനിച്ച് ഇത്രമേൽ സ്നേഹം ലഭിക്കപ്പെട്ട മിസ്അബ് റളിയല്ലാഹു ധനാഢ്യനായിരുന്നു, സുമുഖനായിരുന്നു. അദ്ദേഹത്തെ സ്ത്രീകൾ അങ്ങേയറ്റം സ്നേഹിച്ചിരുന്നു. അദ്ദേഹം പൂശിയ സുഗന്ധം
കിലോമീറ്ററുകളോളം കാറ്റുകൾ കൊണ്ടുപോയി സ്ത്രീകളുടെ മൂക്കിലൂടെ അവർക്ക് ആ സുഗന്ധം കിട്ടി. മിസ്വബ് വരുന്നു എന്ന വാർത്ത അവർ നാട്ടിലെ സ്ത്രീകളോടൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇടവക്കത്ത് അവരൊക്കെ നിന്നുകൊണ്ട് മിസ്വബിനെ കണ്ട കാലം. മിസ്വബ് എങ്ങനെ മാറി? മിസ്വബ് ഒരു യുവാവായിരുന്നു. ഇന്നുമില്ലേ മിസ്വബ് എന്ന് പേര്? ഇല്ലേ? എത്ര ആളുകൾക്ക് പേരുണ്ട്? ഉമർ എന്ന് പേരില്ലേ? അബ്ദുള്ള എന്ന് പേരില്ലേ? നാസർ എന്ന് പേരില്ലേ? നസറുദ്ദീൻ എന്ന് പേരില്ലേ? അബ്ദുൽ ഖാദർ എന്ന് പേരില്ലേ? അബ്ദുൽ മജീദ് എന്ന് പേരില്ലേ? എന്നിട്ട് നന്നാകുന്നുണ്ടോ? എന്താ നന്നാത്ത്? നമ്മുടെ യുവാക്കൾ, നമ്മുടെ സ്കൂൾ കുട്ടികൾ വെള്ളിയാഴ്ച പള്ളി കയറുന്നില്ലേ? ആ കുട്ടികൾ ഉണ്ട്. പെൺകുട്ടികളോ? ഇല്ല. അവരപ്പോ എവിടെയാ? മറ്റുള്ള കുട്ടികളുടെ കൂടെ. അവിടെ എന്തെങ്കിലും വൃത്തികേട് നടക്കുവോ? നടക്കുന്നുണ്ടാവാ. പള്ളിയിൽ നടക്കുവോ? ഇല്ല. ആ സമയം പള്ളിയിൽ പോയൊരു 3/4 മണിക്കൂർ ഇരിക്കാൻ ഈ ഉമ്മത്തിലെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയോ? ഞാൻ ആ പോയിന്റ് വിടാതെ തുടരുന്ന ഒരാളാണ്. എനിക്ക് അത്രമേൽ അമർഷമുണ്ട് ഉസ്താദുമാരോട്. ഈ മുസ്ലിം സമുദായത്തെ കേടുവരുത്തിയതിൽ അവർ വഹിച്ച പങ്കിനോളം വലിയ പങ്ക് ലോകത്തൊരു വിഭാഗവും വഹിച്ചിട്ടില്ല. മനുഷ്യന്റെ മുഖ്യ ശത്രുവായ ഇബ്ലീസ് കഴിഞ്ഞാൽ മനുഷ്യനെ പിഴപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് പുരോഹിതന്മാരാണ്. അവർ നന്നാകാത്തോണ്ടാ ലോകം നന്നാകാത്ത. അവരൊന്നിച്ച് ശബ്ദിക്കാൻ തയ്യാറല്ല. ഞാൻ ഒന്നുകൂടി പറയും, ഇതേ സ്ഥലത്ത് ഇവിടുത്തെ മുഴുവൻ മുസ്ലിം സംഘടനകളെയും ഇവിടുത്തെ ഹൈന്ദവരെയും ക്രൈസ്തവരെയും സംഘടിപ്പിച്ച് പറയേണ്ട തിന്മകളല്ലാത്ത എന്താ അവിടെ ഉള്ളത്? ആശയപരമായ ഒരുപാട് വിയോജിപ്പുണ്ടാകാം, പക്ഷെ മദ്യപിക്കരുത് എന്ന കാര്യത്തിൽ എല്ലാവരും ഒരേ അഭിപ്രായക്കാരല്ലേ? കഞ്ചാവിന്റെ ദുരുപയോഗം അത് ഏത് കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാക്കാത്ത? അതിനെപ്പറ്റി എല്ലാവർക്കും ഒന്നിച്ചു പറഞ്ഞൂടെ? എല്ലാവർക്കും ഒന്നിച്ച് മുന്നേറിക്കൂടെ? എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ ഫോക്കസ് ചെയ്യുന്നത്. മിസ്ബർ റളിയല്ലാഹു അൻഹു ആദ്യമായി റസൂലിന്റെ ദഅവത്ത് കേട്ടു. ഒരുപാട് പരീക്ഷണങ്ങൾ നേരിട്ട് അദ്ദേഹം ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമല. 60-ാം അധ്യായം 2-ാമത്തെ വചനം. നിങ്ങൾക്ക് മരണവും ജീവിതവും സൃഷ്ടിച്ചത് നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് നോക്കാനാണ്. അപ്പൊ യൗവനം എന്തിനാണ്? നന്മക്കാണ്. നിങ്ങളിൽ ആരാണ് ഏറ്റവും വലിയ നന്മ ചെയ്യുന്നത് എന്ന പരീക്ഷണം. അതാണ് യുവാക്കളോട് നമ്മൾ പറയേണ്ടത്. ഇന്ന് എന്തെങ്കിലും ഒരു ചിന്ത ഉണ്ടോ ആളുകൾക്ക്? സത്യത്തിൽ നിങ്ങൾ ആലോചിച്ചു. തിരി പാടണം, തിരി ആടണം, തിരി നമ്മുടെ ഫാസ്റ്റ് ഫുഡുകളിൽ തിന്നണം, അതല്ലാത്ത വേറെ എന്ത് ലക്ഷ്യമാണ്? ആലോചിച്ചു. എന്താണ് അവരിൽ നിന്ന് ഈ രാജ്യത്തിന് കിട്ടാനുള്ളത്? പുതിയൊരു തലമുറയിൽ നിന്ന് ഒരു നെഹ്റു ഉണ്ടാവോ? ഒരു ഗാന്ധിജി ഉണ്ടാവോ? ഒരു പല്ലഭായി പട്ടേൽ ഉണ്ടാവോ? ഒരു അബ്ദുൽ കലാം ആസാദ് ഉണ്ടാവോ? ഒരു ഖാൻ അബ്ദുൽ ഗഫാർ ഖാൻ ഉണ്ടാവോ? ഒരു മൗലാന മുഹമ്മദ് അലി ജൗഹർ ഉണ്ടാവോ? എന്തല്ലാത്തത്? അതിന് അടിസ്ഥാന കാരണം എന്താ? അവർക്കൊക്കെ നല്ല അമ്മമാരും ഉമ്മമാരും ഉണ്ടായിരുന്നു. ഈ ഇരിക്കുന്നവരൊക്കെ അമ്മമാരല്ലേ ഉമ്മമാരല്ലേ? ആണ്. പക്ഷെ സ്വന്തം മക്കളെ രൂപപ്പെടുത്തുന്നതിൽ എത്ര വലിയ പങ്ക് വഹിച്ചു ചിന്തിച്ചേ. ജോലിക്ക് പോകാൻ വലിയ തിടുക്കണ്ട എല്ലാവർക്കും, ആയിക്കോട്, വിരോധമൊന്നുമില്ല. പക്ഷെ മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നിങ്ങൾ മക്കളെ സ്വീകരിക്കാൻ വീട്ടിലുണ്ടോ? ഞാൻ പ്രത്യേകിച്ച് സ്ത്രീകളോടാണ് ചോദിക്കുന്നത്. നിങ്ങളില്ലാത്തത് കൊണ്ട് തന്നെ മക്കൾക്കറിയാം 4 മണിക്ക് സ്കൂൾ വിട്ടാൽ 4:10 വീട്ടിലെത്തും. ഉമ്മ 7 മണിയാവും വീട്ടിലെത്താൻ അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ആ 2.25 മണിക്കൂർ ഏത് തിന്മയാണ് വീട്ടിൽ വെച്ച് ചെയ്യേണ്ടത് എന്ന് നിങ്ങൾ മോളക്കറിയാം. അതുകൊണ്ട് മോള് പറയും, സ്കൂളിൽ തന്നെ പറയും, ഞാൻ 4:10 വീട്ടിലെത്തും, കുളിച്ച് റെഡിയായി ഞാൻ ഇരിക്കും, നീ വന്നോ. എത്ര വീട്ടിലത് നടക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയും? ഉമ്മ കാണാനില്ല. ആ വീട്ടിൽ വേറെ അല്ല, ഭർത്താവ് ഗൾഫിലാണ്, ഉമ്മ ജോലിയിലുമാണ്. ജോലി ഉണ്ടായി, ബാഗൊക്കെ എടുത്ത് കുളിച്ചൊരുങ്ങി പോകാൻ കഴിഞ്ഞു. പക്ഷെ മക്കളെ സൂക്ഷിക്കാൻ മക്കളുണ്ട്, പക്ഷെ മക്കൾ നാടിന് പറ്റാത്തവരാണ്. എന്താ കാരണം? നിങ്ങളാണ് കാരണം. നിങ്ങളുടെ ജീവിത വീക്ഷണമാണ് കാരണം. ഒരു സംശയം അതിൽ വേണ്ട, ഒരു കൂസലില്ലാതെ ഞാൻ പറയും. ഉമ്മമാരും ബാപ്പമാരും ശരിയാകാത്തത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെയായിത്തീരുന്നത്. സംശയം വേണ്ട. ഒറ്റപ്പെട്ട സംഭവങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. വ്യാപകാടിസ്ഥാനത്തിൽ ഒരു പരിശോധനയ്ക്ക് വിധേയമാകുമെങ്കിൽ സ്വന്തം വീട്ടിൽ മതമില്ല, മൂല്യമില്ല, നന്മയില്ല. ഇല്ല. നിങ്ങൾ ചിന്തിക്കണം, നമ്മുടെ ടൈം നമ്മൾ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു? ഇസ്ലാം കടന്നു വന്നു. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ പറയാൻ, മദ്യപിക്കരുത് എന്നായിരുന്നു റസൂൽ അവരോട് പറഞ്ഞതെങ്കിൽ അവർക്ക് മാറ്റം ഉണ്ടാവില്ലായിരുന്നു. വ്യഭിചരിക്കരുത് എന്നവരോട് പറഞ്ഞാലും അവർക്ക് മാറ്റമുണ്ടാകുമായിരുന്നില്ല. മറിച്ച് എന്തിനു മാറണം? ഒന്നുകൂടെ കേട്ടോക്കെ. അതായത്
എന്തിനാ കള്ളുടിക്കാണ്ടിരിക്കണത്? ആരോഗ്യം ഉണ്ടാകാനാ? എന്തിനാ വിചാരിക്കാതിരിക്കുന്നത്? അതിനൊരു ഉത്തരം വേണമല്ലോ. ഈ ദുനിയാവിനപ്പുറത്തൊരു ജീവിതം ഇല്ലെങ്കിൽ ഇതൊക്കെ ചെയ്താൽ എന്താ? ഈ ലോക ജീവിതത്തിനപ്പുറത്ത് സൂറത്ത് മുഹമ്മദിലാണ് 12-ാമത്തെ വചനമാണ്. ആലോചിക്ക്, നമ്മൾ ശരിക്ക് ചിന്തിച്ചു നോക്കിക്കേ. നാക്കാലികൾ തിന്നുന്ന പോലെ തിന്നുന്നു, കുടിക്കുന്നു, ഭോഗിക്കുന്നു, രമിക്കുന്നു. അതിലപ്പുറത്ത് എന്തെങ്കിലും ചിന്ത ഉണ്ടോ? ഒരു വേള മൃഗങ്ങൾ എത്ര ബെറ്ററാണ്. ഒരു വേള കഞ്ചാവ് അടിച്ചിട്ട് അമ്മനെ കൊല്ലുന്ന ഒരു മൃഗമുണ്ടോ? കഞ്ചാവ് അടിച്ചിട്ട് അമ്മനെ ബലാത്സംഗം ചെയ്യുന്ന ഒരു മൃഗമുണ്ടോ? ഉണ്ടോ? മനുഷ്യൻ മൃഗങ്ങളെക്കാൾ അപ്പുറത്ത് അധപ്പതിക്കും എന്ന് പറഞ്ഞപ്പോ എന്താ അള്ളാഹു ഉദ്ദേശിച്ചത്? ലോകത്ത് മനുഷ്യൻ എന്ന ജീവി മൂല്യങ്ങൾ സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ സംഭവിക്കുന്നത് എന്ത്? അതിന്ന് സംഭവിക്കുന്നില്ലേ? ഇല്ലേ? ടീച്ചർമാർക്ക് കുട്ടികളെ നിയന്ത്രിക്കാൻ പറ്റുമോ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ചെറിയ പയ്യൻ സ്കൂളിലെ അധ്യാപകന്റെ മുഖത്ത് നോക്കി അധ്യാപകന്റെ മുമ്പിലിരുന്ന് പുറത്തു വെച്ച് കണ്ടാൽ കൊല്ലും എന്നാ പറയണേ. എന്തിന്? മൊബൈൽ പിടിച്ചു വെച്ചതിന്റെ പേരിൽ. മൊബൈൽ വാങ്ങി വെച്ച കുട്ടികൾ തൂങ്ങിച്ചാകുന്നു. എന്താ കാരണം? ഇവിടെ ഇരിക്കുന്ന ഉമ്മമാരോട് ഞാൻ പറയാം, നിങ്ങൾക്ക് കിച്ചണിൽ പണിയെടുക്കണേ, കുട്ടി മൊബൈൽ കാണണം. കുട്ടിയെ സഹിക്കാൻ പറ്റണില്ല. പണ്ടങ്ങനല്ല. എനിക്കൊക്കെ ഓർമ്മയുണ്ട്. എന്റെ അയൽവാസികൾ എന്നോട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, മോനെ നിന്റെ ഉമ്മ ടോയ്ലറ്റ് പോവുകയാണെങ്കിൽ വരെ നിന്നെ എടുത്തിട്ടാ ടോയ്ലറ്റ് പോവുക, പുറത്തൊരാളെ കൈ കൊടുക്കൂലായിരുന്നു. ഇന്ന് ഉമ്മമാര് മക്കളെടുക്കണ്ടോ? ആരോ പെറ്റിടുന്നു, പെറ്റിട്ടതിന്റെ പിറ്റേന്ന് MBBS പാസ്സായി അത് പോണ്, എഞ്ചിനീയറാ അത് പോണ്, ആരോ പോറ്റുന്നു. അപ്പുറത്തെ പിന്നെ ഗണപതി അല്ലെങ്കിൽ ഇപ്പുറത്തെ പിന്നെ ഏതെങ്കിലും ഒരു ചേച്ചി. സ്വന്തം മക്കളെ പോറ്റാൻ ഉമ്മല്ല, പ്രസവിക്കാനുണ്ട്. അതും വേറൊരാൾ കൊണ്ട് ചെയ്യിപ്പിച്ച് കിട്ടി, അതും ചെയ്യുന്ന നാടാ ലോകം. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? മൗലാന മുഹമ്മദ് അലി ജൗഹറിനെ രൂപപ്പെടുത്തിയ ഒരു ഉമ്മണ്ട്, ഗാന്ധിജിയെ രൂപപ്പെടുത്തിയ ഒരു അമ്മണ്ട്. അത് നമുക്കുണ്ടോ? ചിന്തിക്കാനാ പറയുന്നത്. ആ ചിന്ത ലോകത്തുണ്ടാവണം. എന്താണ് ഞാൻ എന്റെ വീട്ടിൽ ചെയ്യേണ്ടത്? ഒരു ഉദാഹരണം ഞാൻ പറയാം. 33-ാം അധ്യായം സൂറത്ത് അഹ്സാബ് 34. ഉപ്പമാരെ, സഹോദരങ്ങളെ, നമ്മുടെ വീട്ടിൽ വെച്ച് പാരായണം ചെയ്യപ്പെടുന്ന ഖുർആനും സുന്നത്തും അത് നിങ്ങൾ ഓർക്കുക. ഖുർആനും സുന്നത്തും നിങ്ങൾ ഓർക്കുക. ആ ഖുർആനും സുന്നത്തും നമ്മുടെ വീട്ടിൽ പാരായണം ചെയ്യുന്നുണ്ടോ? ഓർക്കുന്നുണ്ടോ? ഹദീസുകളുണ്ടോ? അള്ളാന്റെ ഖുർആനാ പറയുന്നത്. ഖുർആനും ഹദീസും നിരന്തരമായി പാരായണം ചെയ്യണം. അല്ലദീന യത്ലൂന കിതാബല്ലാഹ്, അള്ളാന്റെ കിതാബ് നിരന്തരമായി വായിക്കാൻ അള്ളാഹ് പറഞ്ഞിട്ട് നമ്മൾ വായിച്ചോ? ആ കിതാബിൽ എന്താ ഉള്ളത്? മാതാപിതാക്കളെ കൊല്ലുന്നു. എന്നിട്ട് എന്താ പറയുന്നത്? ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല കേട്ടോ. കാർൽ മാർക്സിന്റെ ഒരു ഉദ്ധരണിയുണ്ട്. കാർൽ മാർക്സ് എന്ന് പറയുന്നത്, ഞാൻ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് അല്ല കേട്ടോ പറയുന്നത്, പിണറായി വിജയന്റെ സർക്കാരിനെ കുറിച്ചല്ല, കാർൽ മാർക്സിനെ കുറിച്ചാണ്. കാർൽ മാർക്സ് ആയിട്ട് പിണറായി വിജയൻ ഒരു ബന്ധമില്ല, മറ്റൊരു വിഷയമാണ്. സംസാരിക്കേണ്ട ഒരു വിഷയമല്ല. ഇന്നത്തെ കമ്മ്യൂണിസ്റ്റുകാർക്ക് കാർൽ മാർക്സ് ആയിട്ട് ബന്ധമില്ല. അത് കമ്മ്യൂണിസ്റ്റ് എന്താന്ന് പഠിച്ചോൾക്ക്. കമ്മ്യൂണിസ്റ്റ് ഒന്നും ലോകത്ത് എവിടെയില്ല. ചൈനയിലില്ല, റഷ്യയിലില്ല, കേരളത്തിലില്ല, എവിടെയില്ല. കമ്മ്യൂണിസ്റ്റ് അല്ല, രാഷ്ട്രീയ പാർട്ടിയുണ്ട്, അതിന്റെ പേരിലാന്ന് പറയണു. അത്രയേ ഉള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ? കാർൽ മാർക്സ് പറഞ്ഞ ഒരു കാര്യമാണ്, ഒരു കോഴിയുടെ മുട്ട അത് വിരിഞ്ഞിട്ട് കുഞ്ഞു പുറത്തു വന്നു, പിന്നെ ആ മുട്ടത്തോടിനോട് ഈ കോഴിക്കുഞ്ഞിന് വല്ല ബന്ധമുണ്ടോ? അതുപോലെയാണ് അമ്മ എന്ന്. ആധുനിക ലോകം പഠിപ്പിക്കണ എന്താ? ഞാൻ ഉണ്ടായത് ഈ തള്ളയുടെയും തന്തയുടെയും ആസ്വാദനത്തിനാണ്. മൈത്രേയന്റെ ഒരു വാക്കാത്. അതുകൊണ്ട് നമുക്ക് ഏറ്റവും വെറുപ്പ് തോന്നേണ്ട അവരോടാണ്. ഈ ലോകത്തേക്ക് നമ്മളെ കൊണ്ടുവന്നതിന്റെ കാരണക്കാർ. അങ്ങനെയാണ് താമരശ്ശേരിയിലെ ഉമ്മാനെ കൊന്ന് ആ മകനുള്ള മഹർ വരെ ആ ഉമ്മ കാത്തുവെച്ചിരുന്നു എന്നാണ്. ഞങ്ങളുടെ നാടിന്റെ തൊട്ടടുത്ത 13 മിനിറ്റ് കൊണ്ട് എത്താവുന്ന സ്ഥലത്താ എന്റെ വീട്ടിൽ നിന്ന് കൊന്നു തള്ളിയില്ലേ. നേരെ മറിച്ച് ഇസ്ലാം എന്താ പറഞ്ഞത്? മാതാപിതാക്കളുടെ തൃപ്തിയിലാണ് അല്ലാഹുവിന്റെ തൃപ്തി, മാതാപിതാക്കളുടെ കോപത്തിലാണ് അല്ലാഹുവിന്റെ കോപം. വഖദാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽവാലിദൈനി ഇഹ്സാനാ ഇമ്മാ യബ്ലുവന്ന ഇൻദകൽ കിബ്റ അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹർഹുമാ ഫഖുൽ ലഹുമാ ഖൗലൻ കരീമാ വഹ്ഫിദ് ലഹുമാ ജനാഹ ദുല്ലി മിനർ റഹ്മ. കാരുണ്യത്തിന്റെ ചിറകുകൾ മാതാവിന് പിതാവിന് താഴ്ത്തി കൊടുക്കാൻ പഠിപ്പിച്ച ഖുർആൻ എവിടെ നിൽക്കുന്നു? നിങ്ങൾ നോക്കേ, എല്ലാ യുക്തിവാദികളും നിരീശ്വരവാദികളും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. മാതാപിതാക്കളെ വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാക്കാത്ത സമൂഹം മുസ്ലിങ്ങൾ മാത്രമാണ്. എന്തുകൊണ്ട്?
ഏറ്റവും കുറവ് ബാപ്പാനെയും ഉമ്മാനെയും സംരക്ഷിക്കുന്ന സമുദായം മുസ്ലിങ്ങളാണ്. എന്തുകൊണ്ട്? ഖുർആന്റെ പ്രത്യേകത കൊണ്ടാണ്. ഇനിയുള്ള കാലത്ത് എന്താ ഉണ്ടാവുക? പരിശോധിച്ചോളൂ. നല്ലോണം മക്കളെ പഠിപ്പിച്ചു, ഒരു സ്വത്തും അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചില്ല. എന്നിട്ട് ആ മകനോ ലണ്ടനിൽ ഇന്നെന്തറിയോ, 20 ലക്ഷം വീടാണ് കേരളത്തിൽ ഒഴിഞ്ഞു കിടക്കുന്ന വീട്. എന്താ വീട് ഇവിടെ ഉണ്ടാക്കും, കൊട്ടാര സമാനമായ. താമസിക്കുന്ന യുയില, മരിക്കുന്നവരെ അവിടെ. ലണ്ടനിലൊന്നും പോയാൽ പിന്നെ തിരിച്ചു വരുന്നതന്നല്ല. എന്താ ഇവിടുത്തേനേക്കാൾ സുഖമാണ് അവിടെ. നന്നായി ജീവിക്കാൻ ശ്രമിച്ച അവിടെ ഒന്നും ഒരു അലമ്പുമില്ല. അലമ്പുണ്ടോ? അവിടെ ഉണ്ട്, എല്ലാ അലമ്പും ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള അവസ്ഥയല്ല. നമ്മുടെ നാട് വേറെ തന്നെയാണ്. അതിന് പല കാരണങ്ങളും ഉണ്ട്. ആ കാരണത്തിലേക്ക് പോയാൽ ചിലർക്കെങ്കിലും ദേഷ്യം പിടിക്കും. പക്ഷെ അതൊക്കെ പച്ച കാര്യമാണ്. ശ്രദ്ധിച്ചാൽ നന്ന് ഓരോരുത്തരും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നന്നാവണോ? നന്നാവാനുള്ള വഴിയിൽ ഒന്നാമത്തത് പ്രപഞ്ചത്തിന്റെ നാഥനെ കുറിച്ചുള്ള പഠനമാണ്. അള്ളാനെ കണക്കാക്കേണ്ട രൂപത്തിൽ അവർ കണക്കാക്കിയില്ല. ആ ജനതയെ ആരാണ് അള്ളാഹ് പഠിപ്പിച്ചു? അള്ളാഹുവിനെ പേടിക്കുന്ന ഒരു ജനതയെ ഉണ്ടാക്കി. മിസ്ബർ ഉണ്ടായ മാറ്റം അതാണ്. മിസ്ബർ മദീനയിൽ വരുന്നു. അദ്ദേഹത്തിന്റെ പ്രബോധനം തടുത്ത യുവാക്കൾ. 30 വയസ്സുണ്ടായിരുന്ന സഅദ് ഇബ്നു മുആദ യുവാവായിരുന്നു. 30ാമത്തെ വയസ്സിൽ മിസ്അബിന്റെ ദേവത്തിലൂടെ നമ്മുടെ യൂത്ത് കോൺക്ലേവിലേക്ക് ആളുകൾ വരണം എന്ന് ആഗ്രഹിച്ച് സംഘടിപ്പിച്ച ഒരു പ്രോഗ്രാമാണ്. മിസ്ബർലാന്റെ പ്രസംഗം കേട്ട്, ചിന്തോദ്ദീപകമായ ഉദ്ധരണികൾ കേട്ട് സഅദ് ഇബ്നു മുആദ എന്ന 30കാരൻ ഇസ്ലാം സ്വീകരിച്ചു. 35ാമത്തെ വയസ്സിൽ ലോകത്തോട് വിട പറഞ്ഞു. അദ്ദേഹം രക്തസാക്ഷിയാകുമ്പോൾ അല്ലാഹുവിന്റെ അർശ് കിലുങ്ങിപ്പോയി. അത്രയും വലിയ 5 കൊല്ലം കൊണ്ട് ലോക ചരിത്രത്തിലെ ശ്രദ്ധേയമായ യൗവനമായി മാറി. അതെ, അവർ മദ്യപാനികളായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അർണോൾഡ് ടോയംബി ദ സിവിലൈസേഷൻ ഓൺ ട്രയൽ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, മദ്യത്തെ കുറിച്ച് പ്രസംഗിക്കുകയും മദ്യമുക്തമായ ലോകത്തെ സൃഷ്ടിക്കുകയും മദ്യമുക്തമായ ഒരു ജനത രൂപപ്പെടുത്തുകയും അങ്ങനെ ലോകത്തോട് സംതൃപ്തിയോടുകൂടി വിട പറഞ്ഞ ലോകത്തിലെ ഏകാചാര്യൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇൻതഹൈനാ യാ റസൂലല്ലാഹ്. സൂറത്ത് മാഇദ 90ാമത്തെ വചനം ഇറങ്ങി. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിർ. അതിറങ്ങി. അനസ്റുല്ലാനെ പോലെയുള്ളവർ മദ്യം വിളമ്പിക്കൊണ്ടിരുന്നു. അനസേ, എന്താണ് ആ മദീനയിൽ വിളിച്ചു പറയുന്നത്? മദ്യം നിരോധിച്ചു എന്ന കാര്യമാണ്. അമേരിക്ക മദ്യം നിരോധിച്ചു, പിന്നീട് പിൻവലിക്കേണ്ടി വന്നു. അമേരിക്ക അടിമത്തം നിരോധിച്ചു, പിന്നീട് അതിന്റെ അപ്രായോഗികത ഓർത്തിട്ട് വേണ്ടപടി സ്റ്റെപ്പുകൾ ചെയ്യാതെ കേവലം വികാരത്തിനടിമപ്പെട്ട് അടിമ നിരോധനം നടത്തിയപ്പോ അമേരിക്കയിൽ ഉണ്ടായതെന്ത്? ചരിത്രം പഠിക്കാത്തവർ ഇന്ന് കൊഞ്ഞനം കുത്തിക്കൊണ്ടിരിക്കുന്നു ലോകത്ത്. ന്യായമായ പ്രായോഗികമായ ഒരു സിദ്ധാന്തത്തെ ഇസ്ലാം മുന്നിൽ വെച്ചു. എന്തിനും നന്നാകണം. ഈ ലോകത്തെ ജീവിതം കൊണ്ട് അവസാനിക്കാത്ത ഒരു ജീവിതമുണ്ടെന്ന പഠനത്തിലൂടെ അതല്ല, ഈ ലോകത്തെ ജീവിതം കൊണ്ട് ഇത് അവസാനിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? വിശുദ്ധ ഖുർആൻ 23-ാം അധ്യായം 115-ാമത്തെ വാചകമാണ്. മനുഷ്യരെ നിങ്ങൾ വെറുതെ വിട്ടേക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഖുർആനിന്റെ 75-ാം അധ്യായം സൂറത്ത് ഖിയാമ 36-ാമത്തെ വചനമാണ്. യാ അയ്യുഹൽ ഇൻസാൻ മാ ഗറക ബിറബ്ബിക്കൽ കരീം അല്ലദീ ഖലഖക ഫസവ്വാക ഫഅദലക ഫീ അയ്യി സൂറത്തിൻ മാ ശാഅ റഖബക. അല്ലയോ മനുഷ്യരെ, ഔദാര്യമുടയവനായ നിന്റെ റബ്ബിന്റെ കാര്യത്തിൽ നിന്നെ വഞ്ചിച്ച ഘടകം എന്താണ്? നിന്നെ സൃഷ്ടിച്ചില്ലേ, നിന്നെ വ്യവസ്ഥപ്പെടുത്തിയില്ലേ, ഗർഭപാത്രത്തിൽ നിന്നെ വളർത്തിയില്ലേ, എന്നിട്ട് മാതാവിന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നില്ലേ? ഈ പ്രപഞ്ചത്തെ കുറിച്ച് ചിന്തിച്ച് പഠിച്ച് ഇതിന്റെ പിന്നിലൊരു സൃഷ്ടാവിനെ നിനക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ലേ? വല്ലാത്തൊരു ചോദ്യം. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിച്ചുകൂടെ? പഠിപ്പിക്കുന്നുണ്ടോ? H2O, 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും കൂടി ചേർന്നാൽ വെള്ളമുണ്ടാകും. ഓക്സിജൻ സ്വയം കത്തുന്ന വാതകമാണ്, അല്ലെ? ഹൈഡ്രജൻ സ്വയം കത്തുന്ന വാതകമാണ്, ഓക്സിജൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ്. 2 കൂടി ചേർന്നാൽ സ്ഫോടനമാണ് ഉണ്ടാകേണ്ടത്, പക്ഷെ വെള്ളമായി തീരും. അഫറായിതുമുൽ മാ അല്ലദീ തശ്റബൂൻ അഅൻതും മൻസൽതുമൂഹു മിനൽ മുസ്നി അം നഹ്നുൽ മുൻസിലൂൻ ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. നിങ്ങൾ കുടിക്കുന്ന വെള്ളം ആരാ നിങ്ങൾക്കത് നൽകിയത്? ആരാണത് നൽകിയത്?
അവനെയാണ് ഇസ്ലാം അല്ലാഹ് എന്ന് വിളിക്കുന്നത്. അവനെയാണ് അല്ലാഹ് എന്ന് വിളിക്കുന്നത്. അന്തം തമഹ പ്രവിശംതിയേ സംഭൂത്യ മുബാസദേ തദോബു യൈബദേ യഹ് സംഭൂത്യാമ്രദഹ. ഈശാവാസുപനിഷത്തിന്റെ 12ാമത്തെ ശ്ലോകമാണ്. ദൈവേതരെ നിങ്ങൾ ആരാധിച്ചാൽ ഘോരാന്ധകാരമായ നരകത്തിൽ പതിക്കുമെന്നാണ് പറയുന്നത്. തമേവ ശരണം ഗച്ഛ സർവഭാവേന ഭാരത തൽപ്രസാദാത് പരം ശാന്തിസ്ഥാനം പ്രാപ്സ്യസി ശാശ്വതം ഹദോവ പ്രാപ്സ്യസി സ്വർഗം ജിതോവ ബോക്ഷസേ മഹീം തസ്മാദുത്തിഷ്ഠ കൗന്ദേയ യുദ്ധായ കൃതനിശ്ചയ. അർജുന, സ്വർഗമുണ്ട് എന്ന് പറയും. ഏതാണ് ആ സ്വർഗം? ബദർ യുദ്ധത്തിൽ ഒരു യുവാവ് ഈത്തപ്പഴം കുറിച്ചുകൊണ്ടിരിക്കവേ ഞാനിത് ഉപേക്ഷിച്ച് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടാൽ, രക്തസാക്ഷിയായാൽ, ധർമ്മത്തിന് വേണ്ടി മരിച്ചാൽ എനിക്ക് എന്ത് കിട്ടും എന്ന ചോദ്യത്തിന് ദഖലൽ ജന്ന, സ്വർഗ്ഗത്തിൽ പോകും. ഏതാണ് ആ സ്വർഗം? ഒരു കാര്യം എല്ലാവർക്കും ഉറപ്പാണല്ലോ. ഗിബ്ബൺ ഇസ്ലാമിന്റെ വിമർശകനായിരുന്നു. യൂറോപ്പിലെ കുത്തഴിഞ്ഞ ബർബറുകളുടെ ജീവിത കാലഘട്ടത്തിലാണ് ഭാഗ്യവശാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിക്കുന്നത്. എന്തേ അദ്ദേഹത്തിന്റെ ദൗത്യം? ആരെങ്കിലും പരിശോധിച്ചിട്ടുണ്ടോ? യാ അയ്യുഹൻ നബിയു ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നി വസിറാജൻ മുനീറാ. 33-ാം അധ്യായം 45-46 വചനം. ഓ പ്രവാചക മുഹമ്മദേ, അങ്ങ് ലോകത്തിന് സാക്ഷിയാണ്, അങ്ങ് മാതൃകയാണ്, അങ്ങയുടെ രഹസ്യവും പരസ്യവും പരിശുദ്ധമാണ്. 68-ാം അധ്യായം 4-ാമത്തെ വചനം. ലോകത്തിലെ ഏറ്റവും സ്ഫുടം ചെയ്ത സംസ്കാരത്തിന്റെ മകുടോദാഹരണമാണ് അങ്ങ്. നരകത്തെ കുറിച്ചുള്ള താക്കീത്, സ്വർഗത്തെ കുറിച്ചുള്ള സന്തോഷ വാർത്ത. റബ്ബിലേക്കുള്ള ക്ഷണം. ഇന്ന് നിങ്ങൾ നോക്ക്, ഉസ്താദുമാർ നടക്കുന്നത് എന്തിനാ? ചിട്ടടി മീത്തൽ അബൂബക്കർ, സി എം മടവൂർ, അദ്ദേഹമാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത്. മുദബ്ബിറുൽ ആലം അദ്ദേഹമാണെന്ന ബേഗും തൂക്കി പിടിച്ച് പാളക്കിതാബുകളും തൂക്കി സ്റ്റേജുകളിൽ കയറി 15,000-30,000 വാട്സ് സൗണ്ട് സിസ്റ്റത്തിൽ അവരെന്തേ പ്രസംഗിക്കുന്നത്? അള്ളാഹിനെ കുറിച്ചാണോ? അള്ളാഹുവിന്റെ ആധിപത്യത്തെ കുറിച്ചാണോ? അള്ളാഹുവിന്റെ രാജാധികാരത്തെ കുറിച്ചാണോ? അബൂജഹലിനോട് പോലും കാര്യങ്ങളുടെ നിയന്ത്രണം ആർക്കാണെന്ന് ചോദിച്ചാൽ എന്ന് സങ്കോചമില്ലാതെ പറഞ്ഞയാളാണ് അബൂജഹൽ. പക്ഷെ ആധുനിക അബൂബക്കറിനോട് ആരാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് ചോദിച്ചാൽ സി എം മടവൂരാണെന്ന് പറയുന്ന വിവരക്കേട് ഈ ലോകത്ത് നിലനിൽക്കുന്ന കാലത്തോളം അള്ളാഹുവിനെ ഭയപ്പെടുന്ന ഒരു ജനത ഉണ്ടാവില്ല. കുൽഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. ചില്ലറ വാക്കല്ല. 12-ാം അധ്യായം 108-ാമത്തെ വചനം. നബിയേ, ലോകത്തോട് പറ, ഞാൻ എന്റെ റബ്ബിലേക്കാണ് നിങ്ങളെ ക്ഷണിക്കുന്നത്. ബാലനെ, സുരേന്ദ്രനെ, ജോർജിനെ, ദേവദാസിനെ, 800 കോടി മനുഷ്യരെ സൃഷ്ടിച്ച പടച്ചവനിലേക്ക് പശ്ചാത്തലമില്ല. അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്കൂ. നമ്മൾ ആരെങ്കിലും മടവൂരിലെ സി എമ്മിനെ അറിയോന്ന് ചോദിച്ചാൽ ലണ്ടനുകാരൻ എന്ത് മടവൂര് ഉള്ളാളം നിങ്ങളെ അറിയോന്ന് പാകിസ്ഥാനോട് ചോദിച്ചാൽ ഓൻ എന്തുള്ളാളം. ലോകത്തിന്റെ ഓരോ പഞ്ചായത്തിലെ ദൈവത്തെ ആരാധിക്കുന്ന മനുഷ്യരെ അല്ലാഹുവിലേക്കാണ് ക്ഷണം. ഖുർആന്റെ 31-ാം അധ്യായം 10-11 വചനം. എന്ന് അവരോട് വരാൻ പറയാൻ. കലിമത്തിൻ സവാഇൻ ബൈനനാ വബൈനകും അല്ലാ നഅബുദ ഇല്ലല്ലാഹ് വലാ തുജാദിലു അഹ്ലൽ കിതാബ് ഇല്ലാ ബില്ലതി ഹി അഹ്സൻ ഉദു ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസൻ വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വകാല ഇന്നനി മിനൽ മുസ്ലിമീൻ. 16-ാം അധ്യായം 125-ാമത്തെ വചനം. 3-ാം അധ്യായം 64-ാമത്തെ വചനം. 29-ാം അധ്യായം 29-ാമത്തെ വചനം. റബ്ബിലേക്ക് ക്ഷണിക്കുകയായിരുന്നു. വലഖദ് ബാസിന ഫീ കുല്ലി ഉമ്മത്തി റസൂല അൻ അബ്ദുല്ലാഹ് വജ്തനിബു താഗൂത്ത്. വിളിച്ചത് അല്ലാഹുവിലേക്കാണ്. നമ്മളോ? നമ്മുടെ ശൈഖന്മാരിലേക്കാണ്, ദർഗയിലേക്കാണ്, ആത്മീയ കച്ചവടത്തിലേക്കാണ്, സലാത്ത് വാർഷികത്തിലേക്കാണ്. സ്വന്തം പോക്കറ്റ് വീർപ്പിക്കുക എന്ന കർമ്മമല്ലാതെ
ജനങ്ങളുടെ ധനം അന്യായമായി തിന്നു. ആര്? പണ്ഡിത പുരോഹിതന്മാർ. അല്ലാഹു പറയാ 9-ാം അധ്യായം 34 അതവിടെ നടക്കുന്നത്. പണ്ഡിത പുരോഹിതന്മാർ കോടികൾ സമ്പാദിക്കുന്നു. ആധുനികളോ മനുഷ്യർ നന്നാകൽ അവരുടെ ലക്ഷ്യമല്ല. അത്ഭുതം തോന്നാറുണ്ട്, എന്തൊക്കെ പറയാനുണ്ടെന്ന് ലോകത്ത്. പക്ഷേ ടോപ്പിക്കുകളില്ല ആളുകൾ. എല്ലാ മുസ്ലിം സംഘടനകളിൽ നിന്നും വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. എത്ര പ്രോഗ്രാമുകളാണ്! ആരെയും മുന്നേ കണ്ടിട്ടില്ല. പടച്ചോനെ മുൻനിർത്തി ജനങ്ങളെ ഞങ്ങൾ വിളിക്കുന്നു കിതാബിലേക്ക്. അലിഫ് ലാം റാ കിതാബുൻ അൻസൽനാഹു ഇലൈക ലിതുഖ്രിജൻ നാസ മിനൽ-ളുലുമാതി ഇലൻ-നൂർ. വല്ലാത്തൊരു വാക്കല്ലേ അത്. സൂറത്ത് ഇബ്രാഹിം 1-ാം അധ്യായം 14-ാം അധ്യായം. ഇരുട്ടിൽ നിന്ന് മനുഷ്യരെ വെളിച്ചത്തിലേക്ക്. നമ്മുടെ ചുറ്റുവട്ടത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടോ? അവർക്ക് നരകമുണ്ടെന്ന് നമുക്കറിയാം. മനുഷ്യകുലത്തിൽ തിന്മ ചെയ്ത ആരായാലും അവർക്ക് നരകമുണ്ടെന്ന് നമുക്കറിയാം. സൂറത്ത് ലൈൽ 92-ാം അധ്യായം 14-ാമത്തെ വചനം. നരകത്തെ കൊണ്ട് താക്കീത്. അങ്ങനെ മനുഷ്യർ നന്നായത്. അങ്ങനെ അവർ നന്നായത്. മായിസറല്ലാന് വ്യഭിചരിച്ചു, യുവാവായിരുന്നു. കണ്ണുകൾ ഉള്ളോട്ട് തള്ളി, കവിൾത്തടങ്ങൾ വലിഞ്ഞു മുറുകി, പടച്ചോനെ പേടിച്ചിട്ട് കരഞ്ഞു. റസൂലിന്റെ മുമ്പിലേക്ക് കുറെ ദിവസം വന്നില്ല. എന്തേ കാരണം? വ്യഭിചരിച്ചു പോയതാണ് കാരണം. വെടിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, എന്ന് പറഞ്ഞിട്ടാണ് മായിസ് റളിയല്ലാഹു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മായിസ് മദ്യപിച്ചിട്ടുണ്ടോ? മായിസ് വ്യഭിചരിച്ചു. അത് സ്വബോധത്തോടു കൂടിയാണോ പറയുന്നത്? അവര് പറഞ്ഞില്ല, മദ്യപിച്ചിട്ടില്ല. വീണ്ടും റസൂലുള്ളാഹി ചോദിച്ചു, മായിസേ നമസ്കരിച്ചിട്ടില്ലേ? നമസ്കരിച്ച തിന്മണ്ടാവൂല. യഥാർത്ഥ നിസ്കാരാണോ? തിന്മണ്ടാവൂല. കാരണം 29-ാം അധ്യായം സൂറത്ത് അൻകബൂത്ത് 45-ാമത്തെ വചനം. ഇന്നസ്സലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. വെറുക്കപ്പെട്ട നീചമായ കാര്യത്തിൽ നിന്ന് നമസ്കാരം മനുഷ്യനെ സ്ഫുടം ചെയ്യുന്നു. കുട്ടിക്കാലത്ത് എന്റെ മക്കളെ നിസ്കരിപ്പിച്ചോ? രക്ഷപ്പെടും, ഉറപ്പിച്ചോ? മോളും മോനും നമ്മുടെ കൂടെ നിസ്കരിക്കുന്നുണ്ടോ? ഉമ്മമാരെ, നിങ്ങളുടെ തൊട്ട് കൂടെ നിന്ന് നിങ്ങളുടെ മോള് നിസ്കരിക്കുന്നുണ്ടോ? 7-ാം വയസ്സിൽ മകനെ കയ്യും പിടിച്ച് പള്ളിയിലേക്ക് കൊണ്ടുപോയോ? എങ്കിൽ നാട് നന്നാകും. നമ്മൾ നാട്ടുകാര് ഓരൊക്കെ അങ്ങനല്ല. നമ്മൾ അല്ലാത്ത എന്താ ഈ പ്രസംഗത്തിന്റെ കണ്ടന്റ്? സൂറത്ത് തഹ്രീം 66-ാം അധ്യായം 6-ാമത്തെ വചനം. അതിൽ പറയുന്നത് എന്തറിയോ? എന്തായാലും പറയുന്നത്, അതിൽ പറയുന്നത് സ്വന്തത്തെ നരകത്തിൽ നിന്ന് കാത്തോളണം. കുടുംബത്തെ, ഭാര്യയുടെ വേഷം എന്താണ്, വസ്ത്രം എന്താണ്? ഇവിടെ തുണി എടുക്കാത്തതിന്റെ പേരിൽ ആർക്കും പരാതിയില്ല. ഞാൻ സോഷ്യൽ മീഡിയയിൽ ഒരു മുസ്ലിം വലിയ കുടിയണ്ടറാണ് അത്രേ, ഏത് ജില്ലയാണെന്നൊന്നും ഞാൻ പറയില്ല. അയാൾക്ക് ഏറ്റവും വലിയ പരിഭവം സ്ത്രീകൾ പർദ്ദടുന്നതാണ്. അയാളമ്മ ഇട്ടിട്ടല്ല, അയാളമ്മ പാവാടെടുക്കാത്ത കാലം ഉണ്ടായിരുന്നു അല്ലേ? പാവാടെടുക്കാത്ത കാലം ഉണ്ടായിരുന്നു, അവിടെ കാച്ചി തുണി എടുത്ത കാലം ഉണ്ടായിരുന്നു. അതെന്താ അയാൾ പറയാത്ത? നാട്ടിൽ ഓരോ നന്മ ഉണ്ടാകെ മുമ്പില്ല എന്നുള്ളതുകൊണ്ടാണോ ഒരു നന്മ തിരസ്കരിക്കേണ്ടത്? ആണോ? വലിയ ബുദ്ധിജീവി ആളുകളെ കയ്യടി കിട്ടുക. എന്തിന്? PMA ഗഫൂർ എന്ന് പറഞ്ഞൊരു ചങ്ങായിണ്ട്. എല്ലാവർക്കും ഓനെ ഇഷ്ട. എന്താ ഇഷ്ടം? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതേ പറയൂ. ഓലെ തിന്മക്കൊന്ന് സപ്പോർട്ട് ഉണ്ടായി കൊടുക്കും. ഓന്റെ പ്രസംഗത്തിലൊരു പ്രസംഗ, കല്യാണം ഒന്നും ഇപ്പൊ കഴിക്കണ്ടെന്ന് പെൺകുട്ടികളോടെ. ഒരു മതത്തിന്റെ പേരിൽ നിലന്നോനാ, ഒരു മതത്തിന്റെ പ്രസിദ്ധീകരണാലയത്തിൽ പുസ്തകം ഇറക്കുന്നോനാ. ഓന്റെ അപജയം ഓടെയാ. ചിന്തിക്കണം. എല്ലാ തോന്നിയാസത്തിനും പച്ചക്കൊടികൾ വിധി എന്നൊന്നുണ്ടോ നാം പറയും ചോദ്യം. അപ്പൊ ആളുകൾക്ക് പഠിപ്പിക്കേണ്ടതല്ല പഠിപ്പിക്കുന്നത്. കരിഞ്ചന്ത നടത്തുന്ന മതത്തിന്റെ പേര്. മനുഷ്യർ നന്നാകണോ? എളുപ്പമാണ്. മനുഷ്യനെ സൃഷ്ടിച്ച പടച്ചോന്റെ വചനം ചൊല്ലി കൊടുത്താൽ മതി. ലോകത്തിലെ എല്ലാ പുസ്തകവും വായിക്കും, ഖുർആൻ വായിക്കൂല. ഞാൻ പറഞ്ഞ കക്ഷികളൊക്കെ എത്ര ആയത്തോതും, എത്ര ഹദീസോതും? 100 യൂറോപ്യന്റെ പുസ്തകം ധരിക്കുന്നതിനിടയിൽ ഒരായത്ത്. അല്ല പറയുന്നതോ? അല്ല പറയുന്ന ഈമാൻ ഉണ്ടാക്കാനുള്ള മാനദണ്ഡം എന്താ അറിയോ? ഇപ്പൊ ഈ ഇരിക്കുന്ന നിങ്ങൾ നന്നാകണം, ഞാൻ നന്നാകണം. അതിനെന്താ വഴി? അല്ല പറയാൻ, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂൻ.
അള്ളാനെ പറ്റി പ്രസ്താവിക്കപ്പെട്ടാൽ വജിലത്ത് ഖുലൂബുഹും. അങ്ങനെ ഒരു സമൂഹം ഇവിടെ ഉണ്ടോ? വൈദാ തുലിയത്ത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാന. മോട്ടിവേഷൻ എന്ന് പറഞ്ഞിട്ടേ ഇപ്പൊ നടക്കണമെന്നൊന്നും മോട്ടിവേഷൻ അല്ല, ഒക്കെ കൊയനാട്ട കുത്തുന്ന ക്ലാസ്സുകളാ. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങള്? നല്ല ബുദ്ധിജീവിയാന്ന് എല്ലാരും വിചാരിക്കുന്നത് അല്ല. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിലൂടെ അല്ല പറയണ അങ്ങനെയാ. 8-ാം അധ്യായം 2 പറയുന്നത് ആയത്തോതിയിട്ട ജനത നാക്കിയെന്ന്. ഞാൻ എനിക്ക് ഓർമ്മയുണ്ട്, കേരളത്തിൽ അറിയപ്പെട്ടൊരു പ്രഭാഷകൻ, ഞാനൊരു പ്രഭാഷണത്തിൽ പറഞ്ഞു, അല്ലാമ ഇക്ബാൽ എന്ന് പറയുന്ന മനുഷ്യൻ ജനിച്ചിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്താക്കിയിരുന്നു? രണ്ടാൾ ജനിച്ചില്ല, പക്ഷെ ഖുർആൻ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, ഉണ്ടായിരുന്നു. ഹദീസ് ഇവിടെ ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. 3 മണിക്കൂർ പ്രസംഗിച്ചാൽ നോമ്പിന്റെ രാത്രിയിൽ എല്ലാരെയും വിളിച്ചിരുത്തി ഒരു പ്രസംഗം നടത്തിയാൽ അതിലൊരു 15 ആയത്തെങ്കിലും ഓതുക. അതൊരു ഇസ്ലാമിക സമൂഹത്തിന്റെ ഐഡന്റിറ്റി അല്ലേ അത്? യഖ്റഉൽ ഖുർആന വയുദക്കിറുന്നാസ്. ഞാൻ തുടക്കത്ത് പറഞ്ഞ വാചകം, ഖുർആൻ ഓതിയിട്ട് ജനങ്ങളെ നന്നാക്കുക. അത് ഇവിടെ ഇല്ല. ഖുർആൻ ഓതിയിട്ട് ഖുർആൻ പഠിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടോ? തഖ്ദീറുൽ ഇഖ്വാൻ മിൻ തർജമത്തിൽ ഖുർആൻ എന്ന പുസ്തകം ജൂതനല്ല എഴുതിയത്, ഒരു മൈലിയരാ. ഖുർആനിന്റെ അർത്ഥം പഠിപ്പിക്കുന്നതിനെ തൊട്ട് ജനങ്ങളെ തടുക്കുന്ന ഗ്രന്ഥം നിങ്ങൾ പഠിക്കരുത് എന്ന് പറയുന്ന ഗ്രന്ഥം നിങ്ങൾ വിചാരിക്കും ജൂതന എഴുതി, അല്ല ഒരു തലയെക്കെട്ടൊരു മൊയിലിയാരാ. അവിടെയാ നമ്മളുള്ളത്. റസൂല് ഖുർആൻ ഓതി, റസൂല് ഖുർആൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു ജനത രൂപപ്പെട്ടു എന്നാ നെഹ്റു പറയുന്നത്. മിറാക്കിൾ ഓഫ് ദ മിറാക്കിൾ എന്നാ നെഹ്റു പറഞ്ഞു. 23 കൊല്ലം കൊണ്ട് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാത്തൊരു വിഭാഗം. അങ്ങനെ ഒരു സമൂഹം നിങ്ങൾ ആലോചിക്കുക. മായിസ്വറലാൻ നബിയുടെ മുമ്പിൽ വന്ന രംഗത്തിന്റെ തുടക്കം ഞാൻ പറഞ്ഞു. ഒടുക്കെന്താണ്ടായത്? അദ്ദേഹം പറയുന്നുണ്ട്, നബിയെ, നരകത്തിൽ വ്യഭിചാരികൾക്കുള്ള ശിക്ഷ നിങ്ങളാണ് എനിക്ക് പഠിപ്പിച്ചെന്ന്. അത് തടുക്കാനും താങ്ങാനുള്ള കരുത്ത് എനിക്കില്ല, അതുകൊണ്ട് എന്നെ എറിഞ്ഞു കൊല്ലണം. ഇനി സ്ത്രീകൾ ചിന്തിക്ക്, മറുഭാഗത്തൊരു സ്ത്രീ ഉണ്ടാവുമല്ലോ, ഒരു പുരുഷൻ വ്യഭിചരിച്ച ഒരു സ്ത്രീ ഉണ്ടാവും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചില്ല മായിസ് ആരാ പെണ്ണ്, ആരാ പെണ്ണെന്ന് ചോദിച്ചില്ല. പക്ഷെ ആ പെണ്ണ് വന്നു റസൂലുള്ളാഹിന്റെ മുമ്പിൽ. മായിസ് കൊല്ലപ്പെട്ടതിന് ശേഷം ഈ വനിത വന്നു. എന്നിട്ട് ഈ വനിത പറഞ്ഞു, എന്നെ ശുദ്ധീകരിക്കണം, ഞാനാണ് മായിസിന്റെ കൂടെ ആ തെറ്റുകാരി. ഒരു കൈ മാത്രം അടിച്ച ശബ്ദം ഉണ്ടാവില്ല, ഞങ്ങൾ 2 പേരും ആ തെറ്റ് ചെയ്യും, അതിലൊരാളാണ് ഞാൻ, ഗർഭിണിയാണ് എന്നും പറഞ്ഞു. ഇനി സ്ത്രീകൾ ഓർക്ക്, എന്നൊരു തെറ്റ് ചെയ്താൽ 1 മണിക്കൂർ കൊണ്ട് നമ്മൾ മറക്കുക, നമുക്കതൊരു വിഷയമല്ല. എന്നിട്ട് നമ്മൾ നിസ്കരിക്കേണ്ട, നോമ്പ് വിൽക്കേണ്ട, എല്ലാം ചെയ്യും. ഇവിടെ എന്താ സംഭവിച്ചത്? ഈ സ്ത്രീ പറയാണ്, നബി എന്നെ എറിഞ്ഞു കൊല്ലണം. അവരുടെ മനസ്സിൽ എന്തായിരുന്നു? മരണത്തിന് ശേഷമുള്ളൊരു ജീവിതത്തെ കുറിച്ചുള്ള ബോധ്യമായിരുന്നു. ഞാൻ പറയും, നിങ്ങൾ മെഡിക്കൽ കോളേജിലായ നമ്മുടെ വിദ്യാർത്ഥികളുടെ സമ്മേളനം വരാൻ പോവുകയാണ് മെയില്, പെരിന്തൽമണ്ണയിൽ, നമ്മുടെ തൊട്ടടുത്ത് 1/4 മണിക്കൂറുണ്ട് നമ്മൾ എത്തുന്ന നമ്മുടെ പെരിന്തൽമണ്ണയിൽ. അതിലൂടെ നമ്മൾ എന്താ പറയാൻ വിചാരിക്കുന്നത്? ക്യാമ്പസിൽ നടക്കുന്ന സകലമാന കൊള്ളരുതായ്മകൾക്കെതിരെയും മാനവിക മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു വിദ്യാർത്ഥി സമൂഹം, ധർമ്മബോധം പാലിക്കുന്ന ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, വിദ്യാഭ്യാസ വിചക്ഷണന്മാർ, പ്രൊഫസർമാർ നമുക്കുണ്ടാകണം. നാടിനെ സേവിക്കുന്ന പൗരന്മാരുണ്ടാകണം. സുഗതകുമാരി ടീച്ചർ പറഞ്ഞ പോലെ, മോനെ, ബോംബെയിൽ നീ പഠിക്കുമ്പോ മോനെ, കഞ്ചാവിന്റെ അതുപോലെ വ്യഭിചാരത്തിന്റെ തോന്നിയാസങ്ങളുടെ പറുദീസയാണ് മോനെ ബോംബെ. ഉയർന്ന ശിരസോടെ, തെളിഞ്ഞ അഭിമാനത്തോടെ എന്റെ മോനെ, നിനക്ക് ജീവിക്കാൻ കഴിയണം, ചുറ്റിലും അധർമ്മങ്ങൾ നിന്നെ വേട്ടയാടും മോനെ എന്ന് സുഗതകുമാരി ടീച്ചർ സ്നേഹപൂർവ്വം അമ്മ. ആ ലേഖനം ഞങ്ങളൊക്കെ പഠിച്ചിരുന്നു SLCക്ക്. വർഷങ്ങൾക്ക് മുമ്പാണ്, ഇടവണ്ണ GHS വെച്ചാണ് ഞാൻ പഠിച്ചത്, പരീക്ഷ എഴുതിയ. ഞാൻ ഇന്ന് അവിടെ പോവും ചെയ്തിട്ടുണ്ട്. അവിടെ എൻ്റെ കൂടെ പഠിച്ച ഒരു സുഹൃത്തിന്റെ മകളുടെ കല്യാണത്തെ അറ്റൻഡ് ചെയ്യും. ഞാൻ പറയണത്, നമ്മളൊക്കെ അത് പഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അക്കാലഘട്ടത്തിൽ ജനിച്ചവർ ഒരുപാട് തിന്മകളിൽ രക്ഷപ്പെട്ട് ജീവിക്കുന്നവരാണ്. എന്നാൽ ഇന്ന് നമ്മുടെ മക്കൾ എന്താകും? എന്റെയും നിങ്ങളുടെയും മക്കൾ എന്താകും? ആ സ്ത്രീ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സ്ത്രീയോട് പറഞ്ഞു, നീ ഗർഭിണിയാണ്, പ്രസവിച്ചിട്ട് വരാൻ പറഞ്ഞു. നോക്കണേ, 10 മാസം കഴിഞ്ഞിട്ടാണല്ലോ പ്രസവം. അപ്പോഴും ഈ സ്ത്രീ 10 മാസം കടന്നു പോകാൻ ദുആ ചെയ്യുക. എന്തിന്? ശിക്ഷ ഏറ്റുവാങ്ങാൻ. ദുനിയാവെന്ന് പരലോകത്തെ ശിക്ഷ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ആലോചിക്കാനാണ്. പരലോകത്തെ ശിക്ഷ സഹിക്കാനാവാത്തത് കൊണ്ട് എന്നിട്ട് പ്രസവിച്ചിട്ട് ചോരക്കുഞ്ഞിനെയുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പിൽ വന്നു. അവര് ശിക്ഷ നടപ്പാക്കണമെന്ന് പറഞ്ഞു. റസൂൽ പറഞ്ഞു, പറ്റില്ല, ചെറിയ കുട്ടിയാണ്, മുല കൊടുക്കേണ്ട പ്രായമാണ്, അവന്റെ അവകാശമാണ്, ഉമ്മ കൊടുക്കേണ്ടതാണ്, ഉമ്മയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് കുട്ടിക്ക് 2 കൊല്ലം മുല കൊടുക്കാൻ പറഞ്ഞു. അപ്പൊ 2 വർഷവും 10 മാസവും കഴിഞ്ഞു.
ആ കുട്ടിയുടെ വായിൽ ഒരു റൊട്ടി കഷ്ണം വെച്ചുകൊണ്ട് ആ സ്ത്രീ വന്നു. ഇനി രക്ഷയില്ല. ആ സ്ത്രീ എറിഞ്ഞു. പേടിയായിരുന്നു അവർക്ക് പരലോകം. നരകത്തെ കുറിച്ച് ഭയപ്പാടായിരുന്നു. അതാണ് എന്നായത്തോതിയിട്ട് ഉമർ ബിൻ അബ്ദുൽ അസീസ് മിഹ്റാബിൽ ബോധം കെട്ട് വീണു. ആളുകൾ ചുറ്റിലും ചെന്നു. എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇതാ വഖയത്തുൽ വാഖിയ വായിച്ചിട്ട് ഒരു മാസക്കാലത്തോളമാണ്, അതോ സൂറത്ത് തൂറോ, എനിക്ക് സംശയമുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പനിച്ചത്. നരകത്തെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച്, ഒറ്റപ്പെടുന്നതിനെ കുറിച്ച് ഓർത്തിട്ട് ഭാര്യയുടെ മടിത്തട്ടിൽ തലവെച്ച് കരഞ്ഞുകൊണ്ട് എന്നായത്ത് കേട്ട് സ്വഹാബി വിങ്ങിപ്പൊട്ടി കരഞ്ഞു. അത് കണ്ട് ഭാര്യ കരഞ്ഞ അദ്ദേഹം ചോദിച്ചു, എന്തിനാ നീ കരഞ്ഞത്? നിങ്ങൾ എനിക്ക് പ്രിയപ്പെട്ടവനാണ്, നിങ്ങൾ കരഞ്ഞപ്പോ ഞാൻ കരഞ്ഞതേ നരകത്തിന്റെ വക്കിൽ ഒറ്റക്ക് വരുന്നതിനെ കുറിച്ച് ഓർത്ത് കരയുകയായിരുന്നു. ഒറ്റക്ക് അവിടെ വരിക. ലൂത്ത് നബിയുടെയും നൂഹ് നബിയുടെയും ഭാര്യമാർ അവർ നരകത്തിൽ കടക്കാൻ ആജ്ഞാപിക്കപ്പെടും. എന്ന് പറഞ്ഞ ഫിറൗനിന്റെ ഭാര്യ 66 അധ്യായം 10, 11, 12 വാചകങ്ങൾ വായിക്ക്. അവിടെ പതിവ്രതകളായ സ്ത്രീകളെ കുറിച്ചും പ്രവാചകന്മാരുടെ ഭാര്യമാരായിട്ടും നരകത്ത് പോയതിനെ കുറിച്ചും പറയുന്നുണ്ട്. ഒരാളുടെ പാപഭാരവും മറ്റൊരാൾ ചുമക്കാത്ത ലോകം വരാനുണ്ട്. ആളുകൾ പടച്ചോന്ന ഈ ശരീരം, ഹാർട്ട്, ലിവർ, കിഡ്നി, ഹൃദയത്തിലേക്കുള്ള വാൽവ്, ജീവിതം മുഴുവനും നന്മയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച മനുഷ്യനായിരുന്നു ഹാരിസ് ഇബ്നു സലീം. രോഗിയായി വിശ്രമത്തിലാണ്. ഹാർട്ടിലേക്കുള്ള രക്തക്കൊഴലിൽ സംഭവിച്ചിട്ടുള്ള ഒരു രോഗം കൊണ്ട് അദ്ദേഹത്തിന് സംസാരിക്കാനാകാത്ത അവസ്ഥ. നന്മ മാത്രം ലോകത്തോട് സംസാരിച്ചു അദ്ദേഹം. ഞാൻ പറയുന്നത്, ഈ അവയവങ്ങളോട് രചനാപരമായി പെരുമാറാനുള്ള അവകാശം നമുക്കുണ്ട്. നിങ്ങളുടെ നഫ്സിനെ നിങ്ങൾ കൊല്ലരുത്. കഞ്ചാവ് കൊണ്ട് നടക്കുന്നതാ, പെത്തടിയും കൊണ്ടുണ്ടാകുന്നതാ, മദ്യപാനം കൊണ്ടുണ്ടാകുന്നതാ, അമിതഭോജനം കൊണ്ടുണ്ടാകുന്നതാ, പെപ്സി കഴിക്കുന്നതിൽ ഉണ്ടാകുന്നതാ, കോള കുടിക്കുന്നതിൽ ഉണ്ടാകുന്നതാ. കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി മരിച്ചു, മുസ്ലിം പെൺകുട്ടി. കാരണം അവളുടെ ചുണ്ടിൽ നിരന്തരമായവൾ ലിപ്സ്റ്റിക് ഇട്ടു. തീർന്നില്ല. വളരെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ടാമത്തേത് ലേസ്. അത് മാത്രമായിരുന്നു ആ കുട്ടി തിന്നുക. പ്രായപൂർത്തിയെത്തിയ ഒരു പെൺകുട്ടി 5ഉം 10ഉം ലേസാണ് തിന്നുക ഡെയിലി. ആ കുട്ടിയുടെ വയറിലെ ആന്തരിക അവയവങ്ങൾ കംപ്ലീറ്റ് പ്ലാസ്റ്റിക് പോലെ ആയി പോയിരുന്നു. الذين يتبعون الرسول النبي الأمي الذي يجدونه مكتوبا عندهم في التوراة والإنجيل يأمرهم بالمعروف وينهاهم عن المنكر ويحل لهم الطيبات ويحرم عليهم الخبائث ويضع عنهم إصرهم والأغلال التي كانت عليهم فالذين آمنوا به وعزروه ونصروه واتبعوا النور الذي أنزل معه. ആയത്ത് പറയുന്നതോ, തൗറാത്തിലും ഇഞ്ചീലിലും പേര് പറയപ്പെട്ട ഒരു പ്രവാചകൻ. അദ്ദേഹം എല്ലാ ഹലാലും അനുവദിച്ചു, എല്ലാ ഹറാമും നിഷേധിച്ചു. എന്നിട്ട് അടുത്ത വാചകം എന്താ അറിയോ? യുഹില്ലു ലഹുമുത് തയ്യിബ. പെപ്സി ഒന്നും ജീവിതത്തിൽ കുടിക്കരുത് മക്കളെ. ഈ ചായം തേച്ച എന്തൊക്കെ ചിക്കനാണ്. ഒരു ഹോട്ടലിൽ കയറി ചിക്കൻ കടായി, നമ്മൾ കടായിട്ട് തിന്നുന്ന പരിപാടി എനിക്കില്ല. ചിക്കൻ പൈസ തന്ന് തിന്ന ചിക്കൻ കടായി, ചിക്കൻ 65 എന്തൊക്കെ പറ്റും. അത് മാത്രം തിന്നാലേ നമ്മളെ കുട്ടിക്ക്. എന്നിട്ട് ഒരു പെപ്സിയും കൂളയും കൂടി കുടിച്ചാൽ മോനെ ജി എന്നേക്കായിട്ട് നശിച്ച് കേട്ടോ. ഞാൻ ജീവിതത്തിൽ പെപ്സിയും കൂളയും കുടിച്ചില്ല. നിർണ്ണയിനർത്ഥം കള്ളുടിച്ചാൽ എന്താ ഉണ്ടാവുന്നത്? ശരീരം കേടിരും, മനസ്സ് കേടിരും. കോള കുടിച്ചാലോ ശരീരം കേടിരും, മനസ്സ് കേടുന്നുള്ളൊന്നുമില്ല, അതിനുള്ള അവസ്ഥ അതിനില്ല. പക്ഷെ കിഡ്നി കേടിരും. വലാ തഖ്തുലൂ അൻഫുസകും. ഇസ്ലാം എന്ത് വിലക്കിയിട്ടുണ്ടോ? ഇസ്ലാം കോള ഹറാമാണെന്ന് ഖുർആനിൽ എവിടെ ഇല്ല, ഹദീസിൽ എവിടെ ഇല്ല. പക്ഷെ ഖുർആൻ വായിക്കുന്നവൻ അറിയാം അതെന്താണ്. എന്തെല്ലാം ഭക്ഷണങ്ങൾ ഉപേക്ഷിക്കേണ്ടതുണ്ട് എന്നറിയങ്ങൾ. ഇന്ന് നമ്മൾ കഴിക്കുന്ന എന്തൊക്കെ ഭക്ഷണം നമുക്ക് ഉപേക്ഷിക്കേണ്ടതാണ്. കാരണം ഹലാലാവണം, ത്വയ്യിബാകണം. ചെറിയ കാര്യമൊന്നുമല്ല ഒരു വിശ്വാസിക്ക്. അതുകൊണ്ടാണ് സത്യവിശ്വാസിക്ക് ദുനിയാവ് ജയില.
ഇന്നതൊക്കെ തിന്ന അന്നതൊന്നും തിന്നൂടാ. യൗകുലൂന കമാ തൗകുലുൽ അൻആമി വന്നാറു മസ്വല്ലഹും. അത് പാടില്ല. ഞാൻ രണ്ടാമത്തെ തവണയാണ് ഈ ആയത്ത് ഉദ്ധരിക്കുന്നത്. സത്യമായും ഏറ്റവും വെറുപ്പുള്ള കാര്യമാണ് അമിതമായി തിന്നുക എന്നുള്ളത്. ഇന്ന് ഇപ്പോ ഒരു ഉസ്താദിന്റെ പ്രസ്താവന സോഷ്യൽ മീഡിയയിലെ കോളുകൾക്ക് ഉണ്ടാക്കിയില്ല. എന്താ? വ്യായാമം ചെയ്യുന്ന ആണും പെണ്ണും ആണ് സബ്ജക്ട്. വ്യായാമം ചെയ്യുന്നതിനെതിരല്ല അദ്ദേഹം. ആ വാചകത്തിൽ എവിടെ അതില്ല. പിന്നെ എന്താ ഉള്ളത്? ആണും പെണ്ണും ഇഖ്തിലാത്ത്, ഇടകലരുക. അതിനെപ്പറ്റിയാണ് ഉസ്താദ് പറയുന്നത്. ഉസ്താദ് മാത്രമല്ല, ഞങ്ങളൊക്കെ പറയുന്നത്. ആരും അദ്ദേഹത്തെ പിടിച്ച് പൊങ്കാലിടണ്ട. ആ കാര്യത്തിൽ ഞങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ കൂടെ. എന്തുകൊണ്ടാ സ്ത്രീകളെന്ന് ഇതുപോലത്തെ മൈതാനത്ത് വന്നിട്ട് ഇങ്ങനെയൊക്കെ ആക്കേണ്ടി എന്നറിയോ? അമ്മിക്മല് അരക്കൽ നിങ്ങൾ നിന്നോണ്ടാ, വേറൊന്നുമില്ല. ഞങ്ങൾക്കുള്ള അറ്റാക്ക് നിങ്ങൾക്കില്ലായിരുന്നു. നിങ്ങൾക്ക് ഉണ്ടായതൊന്നുണ്ടറിയോ? ഞങ്ങളുടെ കാലത്തൊക്കെ എൻ്റെ അമ്മ ഇന്നെ വരെ പഠിപ്പിച്ചിരുന്ന 2 ഒലക്കെട്ട് ഇടിക്കുക. ഞാനിപ്പോഴും ഇടിക്കും. വരലിൽ 2 ഒലക്കെട്ടിട്ടിരിക്കുക. എത്ര എന്തൊരു രസമായിരുന്നു, എന്തൊരു താളമായിരുന്നു അതിന്. അമ്മിമേൽ അരച്ചിട്ട് നല്ല കറി ഉണ്ടാക്കുക. അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വേറെ ചട്ടിയിലൊക്കെ ഉണ്ടാക്കുക. അലക്കൽ മിഷനാന്ന്. അലക്കൽ മിഷൻ മാത്രമല്ല, ഞാൻ നല്ലൊരു വീട്ടിൽ പോയി. അത് ഞാനവിടെ ഒരു റൗണ്ടിലൊരു സാധനം ഇങ്ങനെ പ്ലഗിൽ കുത്തി വെച്ചിട്ട്, എനിക്കിതെന്താ സാധനം അറിയില്ല. അപ്പോഴാ പറയുന്നത് ഇത് വൃത്തിയാക്കുന്ന കമ്പ്യൂട്ടർ നിയന്ത്രണത്തിലുള്ള സാധനമാണ്. ആ മൂപ്പര് അവിടെ ചെന്ന വീട് മുഴുവൻ മൂപ്പര് വൃത്തിയാ. നമ്മളിപ്പം വീട്ടിൽ നിന്ന് പുറത്തു പോകുക സ്ത്രീ ജോലിക്ക്, ഉള്ളതവിടെ സ്വിച്ച് ഇട്ട് വെച്ചാൽ ഓള് വരുമ്പോഴേക്ക് വീട് കംപ്ലീറ്റ് തൂത്തുവാരി ക്ലീനാക്കി മൂപ്പര് പ്ലഗ് പോയി സ്വയം കയറി കുത്തിരുന്നോളൂ ആ സാധനം. അതുകൊണ്ട് ഞാൻ പറയാ, നിങ്ങൾക്ക് വ്യായാമം ചെയ്യേണ്ടി വന്നത് നിങ്ങൾ അധ്വാനിക്കാത്തതുകൊണ്ടാണ്. പണ്ടെങ്ങനെയായിരുന്നു? അലക്കുക. അപ്പൊ അങ്ങനെ കൈ ഉയർത്തുന്നില്ല. അതുകൊണ്ട് കൈപ്പല പൊന്തിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്താ പൊന്താത്ത്? ഇത് പൊന്തിച്ചൊരു പണിയും ചെയ്യുന്നില്ല. ഇതുകൊണ്ട് ആകെ ചെയ്യുന്നെന്തറിയോ? ദാ കണ്ടോളിട്ടോ, സ്റ്റെപ്പ് എടുക്കുക, കട്ടില് കിടന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞിട്ട് പിന്നെ കുറെ എങ്ങനെ കിടന്നു നോക്കി, പിന്നെ എങ്ങനെ പിടിച്ചു നോക്കി. അതിന്റെ വേദന ഞങ്ങൾക്ക് വിടാം, വേറൊന്നുമില്ല. പിന്നെ ഇന്ന് വേറൊന്നും കൂടി ഉണ്ട്. ഇത് ഫുൾ ടൈം ഇങ്ങനെ ഇത് കണ്ടിട്ടല്ലേ കുട്ടി പറയുന്നു, എന്താ അമ്മ എന്താ കാണുന്നത്? ഇങ്ങോട്ട് അടിക്കാൻ കുറച്ച് കാണട്ടെ. ആ കുട്ടീനോട് ഞാൻ പ്രസംഗം കേൾക്കുന്നൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല. കുട്ടീൻ്റെ മുമ്പിൽ കാണാക്കണം. നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിൽ. ഭർത്താവ് പ്രബോധകനാണ്, സംഘടനയുടെ ആളാണ്. നാം വീട്ടിൽ വന്നിട്ട് 11 മണിക്ക് ഭാര്യന്റെ അടുത്തെത്തിയ പിന്നെ മൊബൈൽ കാണാൻ പോവോ? കാണാൻ പാടില്ല. എന്താ? നല്ലതുപോലെ കാണാൻ പാടില്ല. എന്താ? ഓളെ കൂടെ ചെലവഴിക്കേണ്ട സമയം അത്. അല്ലെങ്കിൽ കുറ്റം കിട്ടും. ഓളെ നിങ്ങളെ കാത്തിക്കാണ്. ഓളെടുത്തൊരുങ്ങി വന്നത് എന്തിനാണ്? നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട അവകാശമൊക്കെ കിട്ടണം. അപ്പൊ നിങ്ങളെ മനസ്സിൽ ഓളുണ്ടാവില്ല, ഓളെ മനസ്സിൽ നിങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഒക്കെ തോന്നുന്നു അത്യാവശ്യം മിണ്ടി പറയുന്ന ഒരുത്തനെ വിളിച്ചാൽ എന്താ? അപ്പൊ നിങ്ങളില്ലാത്തപ്പോൾ വിളിക്കും. ഇതന്നെ. ഇത് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? മനസ്സിലാകുന്നില്ലെങ്കിലേ നിങ്ങൾ ഇറങ്ങിയാണ് നടന്നുകൂടി. എന്നിട്ട് എത്തുന്നിടത്ത് പോയി അങ്ങ് ഇരുന്നാളി. ഇതെന്തുകൊണ്ട്? ഭാര്യനോട് 1 മിനിറ്റ്, ഓഫീസിലെ പെണ്ണിനോട് 1.5 മണിക്കൂർ. ഇതിനോട് മറ്റോനെ എടുത്ത് പോകൂലേ? ഓള് ഓഫീസിൽ മറ്റോണ്ട് കൊഞ്ചുണ്ട്, ബെന ഓഫീസിൽ മറ്റോളോടും കൊഞ്ചുണ്ട്. അപ്പം മൂപ്പത്തിക്ക് എന്താ പറയാ? മൂപ്പരിങ്ങനെ കൊഞ്ചുണ്ട്, മൂപ്പർക്ക് എന്താ പറയാ? ഓളും കൊഞ്ചുണ്ട്. ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്. മക്കളും അങ്ങനെ തന്നെ. മക്കളിപ്പോഴും അവസ്ഥ എന്താ അറിയോ? മക്കൾ മുറ്റടിച്ചു തരുമോ? അപ്പോ മക്കൾ സ്വന്തം ഡ്രസ്സ് അലക്കുവോ? വേണ്ട. ഉമ്മ വിളമ്പി വെച്ചത് മേലേന്ന് മട്ടുപ്പാവെന്ന് ഇറങ്ങിയെന്ന് മര്യാദയ്ക്ക് തിന്നുവോ? അതുമില്ല. സത്യല്ലേ? നിങ്ങൾ ചിരിക്കുന്നത് സത്യല്ലേ? എത്ര തവണ വിളിക്കണം നിങ്ങളെ മക്കള്? ദീനില്ല. നിങ്ങളെ മക്കൾ നിസ്കരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ നിങ്ങളെ മക്കൾ മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കണ്ടോ? നേരത്തിന് ഭക്ഷണം കഴിക്കണ്ടോ? നിങ്ങൾ വിളമ്പി വെച്ച് തിന്ന് തരാനെങ്കിലും അവർക്ക് കഴിയുന്നുണ്ടോ? പണ്ടെങ്ങനെയായിരുന്നു? മക്കളുണ്ടാവും, തക്കാളി മുറിക്കാൻ മോളുണ്ടാവും, വെണ്ടരിയ മോളുണ്ടാവും, പയറ് കട്ട് ചെയ്യ മോളുണ്ടാവും, തേങ്ങ തരണ്ട മോളുണ്ടാവും. ആരെങ്കിലും ഉണ്ടോ? മുറ്റത്തിന്റെ ചുറ്റിലുള്ള പുല്ല് പറിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മക്കൾക്ക്. ഇന്നതുണ്ടോ? അവരെ ഡ്രസ്സ് വൈകുന്നേരം വന്നാൽ അവർ അയച്ചയിലിടല്ലേ ചെയ്യുക. അവരലക്കി കുളിച്ചിട്ടാണ് വീട്ടിലേക്ക് മഗ്‌രിബിന് കയറിയിരുന്നത്. എന്നിട്ട് ഖുർആൻ ഓതി നിസ്കരിച്ച് എന്തൊരു ഐശ്വര്യം ഉണ്ടായിരുന്നു അതിന്. അതുണ്ടോ? അതുണ്ടോ? പറഞ്ഞോളൂ, അതുണ്ടോ? സ്വന്തം വീട്ടിൽ അതുണ്ടോ? അതില്ലെങ്കിൽ എങ്ങനെ? വീട്ടിലെ മക്കൾ കയറി വരുമ്പോ ഉമ്മന്നല്ല. ഞാൻ എന്റെ ഭാര്യനോടൊക്കെ പറയണ എന്താ അറിയോ? ഒരുപാട് പഠിച്ച കുട്ടിയായിരുന്നു അവള്. നിങ്ങൾ കോളേജ് പറഞ്ഞേക്കോ പഠിപ്പിക്കാനേ. ഞാൻ പറഞ്ഞു, എന്റെ വീട്ടിലെ കോളേജിലെ ലെക്ചറായിക്ക് ഒരുപാട് കുട്ടികളെ പ്രസവിച്ചോ? 11 മക്കളുടെ 5 ആൺകുട്ടികളുണ്ട്, 6 പെൺകുട്ടികളുണ്ട്. ഓല് നോക്കിക്കോട്ടെ, പഠിപ്പിച്ചോട്ടെ. ഓല് പഠിപ്പിക്കുന്നുണ്ട്, ഞാനും പഠിപ്പിക്കുന്നുണ്ട്. ഒരാൾ ദീനും പഠിപ്പിക്കുന്നു, ഒരാൾ ദുനിയാവും പഠിപ്പിക്കുന്നു. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ അതോട് പഠിപ്പിക്കുന്നു. ആഖിറത്തോ അത് വാപ്പയും പഠിപ്പിക്കുന്നു. തിരിച്ചു ആകാം. അതില്ലെന്ന് വീട്ടില് മക്കൾ വരുമ്പോ ഉമ്മമാരില്ല, അപ്പന്മാരില്ല.
ഈ പി ഉഷയുടെ ചില ടീച്ചേഴ്സ് വന്നിട്ട് പറഞ്ഞു കുട്ടികളെ വീട് വിട്ടിട്ട് സ്കൂൾ വിട്ടിട്ട് വീട്ടിൽ പോകുന്നില്ല. പെൺകുട്ടികള് 4 മണിക്ക് സ്കൂൾ വിട്ടാ വൈകുന്നേരം 7 മണി വരെ സ്കൂളിന്റെ പരിസരത്തും അവിടുത്തെ കൂൾബാറിലും കയറിയിരുന്ന് വേറെ തിന്മയൊന്നും അവർ ചെയ്യില്ല, പക്ഷെ വീട്ടിൽ പോണില്ല. അപ്പൊ പി ഉഷ ഈ കുട്ടികളെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ മക്കളെ നിങ്ങൾ പെൺകുട്ടികളെ നിങ്ങൾ എന്താ പോകാത്തത്? അപ്പൊ അവർ പറഞ്ഞു, ഞങ്ങൾ പോകാത്ത പേടിച്ചിട്ടാ, വീട്ടിലേക്ക് പോകാൻ പറ്റില്ല. എന്താ? അച്ഛനും അമ്മയും ജോലിക്ക് പോയതാ. അമ്മ 7 മണിക്കാ വരിക, അച്ഛനും 9 മണിക്കാ വരിക. അപ്പൊ ഞങ്ങൾ ഒറ്റക്ക വീട്ടിൽ എന്നിട്ട് പരിസരത്തുള്ള ചില ചെക്കന്മാര് ആദ്യമൊക്കെ കോണീൻ്റെ അടുത്തൊക്കെ വന്ന് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ട് പോകും. പിന്നെ ഒരു ചോക്ലേറ്റ് ഒക്കെ ആയിട്ടാണ് വരുന്നത്, പിന്നെ പൊരൻ്റെ ഉള്ളോട്ടാ കയറുന്നത്. അതുകൊണ്ട് വീട്ടിൽ അമ്മല്ല അച്ഛനില്ല, അതവർക്കറിയാം, അതുകൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ ആരാണ് ഈ കുട്ടികളെ സ്കൂൾ വിട്ടിട്ടും വീട്ടിൽ പോകുന്നതിനെ പേടിപ്പിക്കുന്നത്? ആരാ? ആ വീട്ടിന്റെ ഉമ്മ, ആ വീട്ടിന്റെ അമ്മ. ഇത് ഞാൻ പറയും, നിങ്ങൾ ഈ ചങ്ങായി വിദ്യാഭ്യാസത്തിനെതിരാണ്, പെണ്ണ് ജോലിക്ക് പോകുന്നതിനെതിരാണ്. അങ്ങനല്ല, അങ്ങനെ മനസ്സിലാക്കണം. അവനവന്റെ മക്കളെ കുറിച്ചൊരു കാര്യബോധം ഉണ്ടാവണം. നിങ്ങൾക്ക് എവിടെ നേരം ഉണ്ടാവുക? നിങ്ങൾ തന്നെ ചിന്തിക്കുക. നിങ്ങൾ വൈകുന്നേരം വന്ന് തച്ചു വെച്ച് നിങ്ങൾ ജോലി കഴിഞ്ഞ് വന്നാലും നിങ്ങൾക്ക് ജോലി തന്നെയല്ലേ. 4 മണിക്ക് ജോലി കഴിഞ്ഞ് 4:30 ആകുമ്പോഴേക്ക് ഭർത്താവ് വീട്ടിലെത്തി. ഇനി നിങ്ങൾ 5 മണിക്ക് എത്തിയെന്ന് വിചാരിക്കുക. നിങ്ങൾ 5 മണിക്ക് എത്തിയ പിന്നെ നിങ്ങളുടെ പരിപാടി ഒന്ന് കുളിച്ച് ഡ്രസ്സ് മാറ്റി കിച്ചണിൽ കയറി അന്ന് വൈകുന്നേരം മുതൽ രാവിലെ മുതലുള്ളതൊക്കെ എടുത്തു വെച്ച് ഒക്കെ മടക്കി വെച്ച് ഡ്രസ്സൊക്കെ മടക്കി വെച്ച് ഭർത്താവിന്റെ അയൺ ചെയ്ത് എല്ലാം എടുത്തു വെച്ച് കുട്ടികളെ യൂണിഫോം ഒക്കെ ശരിയാക്കി ഭക്ഷണം വെച്ച് നിങ്ങൾ കിടക്കുന്നത് 12:30 കിടന്നിട്ട് നിങ്ങൾക്ക് ഭർത്താവിനോടൊന്ന് മിണ്ടാൻ പോലും നിങ്ങൾക്ക് മാനസികമായിട്ട് കഴിയുന്നില്ല. എന്നിട്ട് നിങ്ങൾ രാവിലെ 4 മണിക്ക് എണീച്ചു പോവുക. എന്തിനാണിത്? ഇപ്പൊ എന്താ പറയണത്? റഷ്യ എന്താ പറയണത്? പെണ്ണുങ്ങളോട് പറയാ, വീട്ടിലിരുന്ന് അത് ഈ ജോലിക്ക് പോകണ്ട, പെറ്റ് കൂട്ടിക്കോ, പൈസ ഞങ്ങൾ തരുമോ. എന്താ? ആണുങ്ങളില്ല, യുവാക്കളില്ല. ചൈനയിൽ യുവാക്കളില്ല, ജപ്പാനിൽ യുവാക്കളില്ല, റഷ്യയിൽ യുവാക്കളില്ല, പ്രായം ചെന്നവരാണുള്ളത്. എന്താ? പെണ്ണുങ്ങളൊക്കെ ജോലിക്ക് പോയി, യുവാക്കളും. ഞാൻ കുറച്ച് ഉദ്ധരണികളൊക്കെ കൊണ്ടുവരുന്നു, പക്ഷേ സമയത്തിന്റെ ഒരു കുറവിന് എനിക്ക് നല്ല പേടിയുണ്ട്. ഒരുപാട് നോട്ടായിട്ടാണ് ഞാൻ വന്നത്. പക്ഷെ ഒരു കാര്യങ്ങൾ ഓർക്കുക, സ്വന്തം വീട്ടിലേക്ക് ഇന്ന് മടങ്ങിയിട്ട് കൃത്യമായിട്ട് ഇരുന്നിട്ട് ഒരു റീഡിംഗ് നടത്തി നോക്ക്. സ്വന്തം മക്കൾക്ക് ഖുർആൻ പഠിപ്പിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ടോ? ഹദീസ് മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടോ? ഒരു നല്ല ക്ലാസ്സിന് കയ്യും പിടിച്ച് കൊണ്ടുപോയിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം പറയാം, കുട്ടികളുടെ സ്കൂളിൽ ഞാനൊക്കെ നിരന്തരമായി പോകും. പേടിച്ചിട്ടാ, സ്നേഹം മാത്രമല്ല, പേടിച്ചിട്ട് നിരന്തരമായി പോവുക. എന്നിട്ട് ചോദിക്കും, മക്കളെ, മോളെ, ഞാൻ എൻ്റെ മക്കളോട് ചോദിക്കും, മോളെ, ആരാ നിങ്ങളെ കൂട്ടുകാരുണ്ടോ? നിങ്ങൾക്ക് ആൺകുട്ടികളുണ്ടോ കൂട്ടുകാര്? ആരാ അത്? ഒന്ന് കാണിച്ചുണ്ടാ. വീട്ടിൽ വരാൻ പറയും. വെക്കേഷനിൽ കുട്ടികളോടൊക്കെ വീട്ടിൽ വരാൻ പറയും. നിങ്ങളെ കൂട്ടുകാർ. ആ കുട്ടികൾ വരുന്നത് കണ്ടറിയാം നമ്മുടെ മക്കൾ നന്നാകുമോ കേടിരുമോ. ആ കുട്ടികളുടെ ഡ്രസ് കോഡ് കണ്ടറിയാം നമ്മളെ കുട്ടിക്ക് പറ്റിയ കൂട്ടുകാരിയാണോ. പരലോകത്തെ ഏറ്റവും വലിയ വിലാപം എന്താ? അക്രമികൾ കൈകടിക്കുന്ന ദിവസം. അവരുടെ വിലാപം എന്താ? ചീത്ത കൂട്ടുകെട്ടായിരുന്നു. എനിക്ക് ചീത്ത കൂട്ടുകെട്ടായിരുന്നു. എന്റെ മൂത്ത മോള് കല്യാണമൊക്കെ കഴിഞ്ഞു. ഇന്നലെ അവള് വന്ന അവളെ കൂട്ടുകാരത്തിന്റെ വീട്ടിൽ കല്യാണത്തിന്, അവളെ ഇന്റിമേറ്റ് ഫ്രണ്ട് ഞങ്ങളുടെ തൊട്ടടുത്ത് തന്നെ അവിടെ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, കൊയിലാണ്ടിന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ഉപ്പ തൊട്ടടുത്ത് ഞങ്ങളുടെ വീടിന്റെ അടുത്ത് നിന്ന് 1/2 കിലോമീറ്റർ അവിടെ വന്നിട്ട് വാപ്പി കൂട്ടും. അവിടെ വന്നിട്ട് നോക്കും കുട്ടികൾ ആരാളുള്ളത്, എന്തിനാത്. നമ്മുടെ മക്കളെ ശ്രദ്ധിക്കുന്നു എന്ന് അവർക്ക് തോന്നുകയും നമ്മുടെ മക്കൾ നമുക്ക് പ്രധാനമാണ്, അവരുടെ നാശം നമ്മൾ കൊതിക്കുന്നില്ലെന്ന് മക്കൾക്ക് തോന്നുകയും ചെയ്താലല്ലാതെ. നിങ്ങൾ ആലോചിച്ചോ. ഞാൻ നിങ്ങൾക്ക് 1-2 വാചകങ്ങൾ പെട്ടെന്ന് കേൾപ്പിച്ചു തരാം. 1-2 വാചകങ്ങൾ. അതിലേറ്റവും പ്രശ്നം എന്താണ് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാണ്. അതിലേറ്റവും പ്രധാനം, ഇബ്രാഹിം നബി മക്കളെ വിളിച്ചിരുത്തിയിട്ട് ചോദിക്കും, മക്കളെ, അള്ളാന്റെ ദീനാണോ അതല്ലാത്ത ലിബറലിസമാണോ വലുത്? ബൗദ്ധൈവത്വമാണോ വലുത്? ഭൗതികതയാണോ വലുത്? സൂറത്ത് ബഖറ 132, സൂറത്ത് ബഖറയിലെ 133 എന്താ? അം കുൻതും ശുഹദാ ഇദ് ഹദറ യാഖൂബൽ മൗത്ത്. യാക്കൂബ് നബിക്ക് മരണാസനായപ്പോൾ മക്കളൊക്കെ വിളിച്ചിട്ട് ചോദിക്കുക, നിങ്ങൾക്ക് തൗഹീദ് ഉണ്ടാവുമോ? ചോദ്യാണ്. യാ ബുനയ്യ, എൻ്റെ മോനെ, അഖിമിസ്സലാ. ഇത് പറയുന്ന എത്ര ബാപ്പാരുണ്ട്? നമ്മളിപ്പോ നമ്മുടെ കുട്ടീനെ നന്നാക്കാൻ വേണ്ടി ആരിസ് ഖാന്റെ അടുത്തുണ്ടാവും, ജൗഹർ മുനവറിന്റെ അടുത്തുണ്ടാവും. ഒരു ബാപ്പാക്ക് ആ അവസ്ഥ ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ അറിയോ? അയാൾ ശരിക്കും യോഗ്യനല്ല. ഞാൻ ആരിസ് സലീമിന്റെ അടുത്ത് എന്റെ മോളെ കൊണ്ടുപോവുക, അതിന്റെ അർത്ഥം എനിക്ക് മോളെ അടുത്ത് വോയിസ് ഇല്ല എന്ന്. യാ ബുനയ്യ, എൻ്റെ മോനെ, അഖിമിസ്സലാ
വഅംറു ബിൽ മഅറൂഫ്, മോനെ നന്മ കൽപ്പിക്കണേ, തിന്മ വിരോധിക്കണേ മോനെ, 5 നേരം നിസ്കരിക്കണേ മോനെ, ആളുകളുടെ നേരെ മുഖം കോട്ടല്ലേ മോനെ, അഹങ്കാരം നടിക്കല്ലേ മോനെ, മാതാപിതാക്കളോടുള്ള ഇണക്കമുണ്ടാകണേ മോനെ, മോനെ ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്കാണ് മോനെ ഏറ്റവും വലിയ പാതകം. ഇതൊക്കെ പഠിപ്പിച്ചു കൊടുക്കും ഒരു ബാപ്പ. 31-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വചനം നമ്മൾ പഠിപ്പിച്ചോ നമ്മുടെ മക്കളെ? ഇബ്രാഹിം നബി പറയാണ്, അല്ലാഹ് ഇന്ദ ബൈതിക്കൽ മുഹറം, ഈ പരിശുദ്ധ കഅബത്തിന്റെ അടുത്ത് ഞാൻ എന്റെ മോനെ താമസിപ്പിച്ച എന്തിനാ? ഒന്ന് നിസ്കരിക്കുന്നവനാകാനാണ്. നമ്മളോ? നമുക്ക് എവിടെയായാലും ബാംഗ്ലൂർ പറഞ്ഞ നിസ്കാര പള്ളി ഉണ്ടോ നോക്കിയിട്ടില്ല. നിങ്ങൾക്കറിയോ ബാംഗ്ലൂരൊക്കെ ഉള്ള പെൺകുട്ടികളുടെ അവസ്ഥ അറിയോ? ഞാൻ ഇവിടെ ഖുത്ബ നടത്തിയിട്ടുണ്ട് ബാംഗ്ലൂര്. അവിടെ കുറച്ചു കാലം ജീവിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കുഞ്ഞു റൂമിലെ ഒരു ചെറിയ കട്ടിലാണ് നിങ്ങളെ മോളും വേറൊരു സമുദായത്തിൽപ്പെട്ട ചെക്കനും ഒന്നിച്ച് കിടക്കുന്നത്. നിങ്ങളോട് എന്താ പറയണേ? ഞാൻ സുരക്ഷിതമായ ഒരു, നിങ്ങൾ പോയിട്ടുണ്ട് എപ്പോഴെങ്കിലും? നിങ്ങൾ പോയിട്ടുണ്ടോ നിങ്ങളെ മക്കളെ കാര്യത്തിൽ? ഇപ്പൊ പറയുന്നറിയോ? ഞാൻ ആ ക്ലിപ്പൊക്കെ എൻ്റെ കയ്യിൽ, നമുക്ക് അതിനുള്ള സൗകര്യം ഇവിടെ ഇല്ല. പെൺകുട്ടിയോട് ചോദിക്കുകയാണ്, വിവാഹത്തിന് മുമ്പ് ഗർഭിണികളാകുന്നതിനെ കുറിച്ച് എന്താ അഭിപ്രായം? അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. അങ്ങനെയുണ്ട്. പെൺകുട്ടികളാ പറയുന്നത്, അന്തസ്സുള്ളൊരു വർഗ്ഗം. ഞാൻ പറയുന്നത്, നിങ്ങൾ MBBS പാസ്സായവരെ വരെ വിളിച്ചു നോക്ക്, വിവരലീറ്റേക്ക് ഇതൊക്കെ പുസ്തകം അറിയാം, ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം. അത് ചെറുപ്പത്തിൽ ഇവിടെ പിന്നെ നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോ അതുപോലുള്ള ഇംഗ്ലീഷ് വിദ്യാലയത്തെ കൊണ്ടാക്കിയതിന്റെ പേരിൽ അവൻ അറിയാം. പക്ഷെ അവന് സംസ്കാരമില്ല. അതുകൊണ്ടല്ലേ ഏറ്റവും കൂടുതൽ കഞ്ചാവ് അടിക്കുന്ന ആരാ? മെഡിസിൻ പഠിക്കുന്ന കുട്ടികളാ. ഏറ്റവും കൂടുതൽ കഞ്ചാവ് അടിക്കുന്നത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കുട്ടികളാ. എന്താ അങ്ങനെ ആകാൻ കാരണം? എന്താ? ഏറ്റവും ചുരുങ്ങി അറബി കോളേജുകൾ താരതമ്യേന ലോകത്തെ ഏറ്റവും തിന്മ കുറഞ്ഞ കേന്ദ്ര. അത് എന്താ കാരണം? എന്താ കാരണം? മൂല്യമാണ് അവർ പഠിപ്പിക്കുന്നത്. ഭയപ്പാടുണ്ട് അവർക്ക് പടച്ചോനെ കുറിച്ച്. അതുകൊണ്ട് ഈ പറയുന്ന പോയിന്റ് നിങ്ങൾ ശരിക്കും ചിന്തിച്ചോളി. ഞാൻ പറഞ്ഞല്ലോ, ഈ ഫുളൈൽ ഇബ്നു ഇയാദിനെ പറ്റി ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. യുവാക്കളുമായി ബന്ധപ്പെട്ടായതുകൊണ്ട് ഫുളൈൽ ഇബ്നു ഇയാദിന് ഒരു പെണ്ണായിട്ട് നല്ല അടുപ്പായിരുന്നു, ശാരീരിക ബന്ധമൊക്കെ ഉണ്ടായിരുന്നു. ഫുളൈൽ ഇബ്നു ഇയാദ് ഒരു കൊള്ളക്കാരനും കൂടിയായിരുന്നു. ഫുളൈൽ ഇബ്നു ഇയാദ് ആ കാമുകിയെ കാണാൻ ഇതുപോലൊരു മതിൽ ചാടിക്കിടക്കണം. മതിലിന്റെ അപ്പുറത്ത് കാലിട്ടു, ഇപ്പുറത്ത്. അപ്പൊ ഒരാള് ഖുർആൻ ഓതുക. അത് കേൾക്കാനിടയായി. ഒരു ഖുർആൻ ഓത്തെങ്കിലും നമ്മുടെ മക്കൾ കേട്ടാൽ ഇൻഷാ അല്ലാഹ് അവർക്ക് മാറ്റം ഉണ്ടാവും. എനിക്കൊരാൾ മെസ്സേജ് ഇട്ട് എങ്ങനെ നിങ്ങൾ കേൾക്കുകയാണ്, പറയും ഞാൻ സുന്നിയാണ് ഉസ്താദ്, ഞങ്ങള് മടങ്ങുക, പിന്നെ ഒരുങ്ങുക നാളേക്ക് വേണ്ടി എന്നുള്ള കഴിഞ്ഞ ദിവസം സംസാരിച്ച ചേലേമ്പ്രയിലാണെന്ന് തോന്നുന്നു, സംസാരിച്ച ഒരു വിഷയം കേട്ടിട്ട് അയാൾ വിളിക്കാൻ, ഞാൻ സുന്നിയാണ് ഉസ്താദ്, പക്ഷെ ഞാൻ നിങ്ങളെ പ്രസംഗം കേട്ടു, ഖുർആനും ഹദീസ് ഉദ്ധരിക്കുന്ന പ്രസംഗങ്ങൾ ഞാൻ നിങ്ങളത് കേൾക്കുന്നുണ്ട്. നിങ്ങളതെന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിന്റെ. പക്ഷെ അത് എന്ത് ഫണ്ടിനെ കുറിച്ചാണ് നിങ്ങൾ അവിടെ പറഞ്ഞത്? ഏത് ഹിഫ്ള് പോയി? ഞാൻ തരും ഉസ്താദെ നല്ലൊരു പങ്ക്. അപ്പൊ ആളുകൾക്ക് ഖുർആൻ കൊണ്ടല്ലാതെ ആളുകൾ നന്നാവും നിങ്ങൾ വിചാരിക്കണ്ടോ? ഈ ഫുളൈൽ ഇബ്നു ഇയാദിന്റെ ഒരു കാലം അപ്പുറത്ത് വ്യഭിചരിക്കാൻ പോവുക. അപ്പോഴാ അലം യനില്ലദീന ആമനൂ അൻ തഖ്ശാ ഖുലൂബുഹും ലിദിക്രില്ലാഹ് വമാ നസല മിനൽ ഹഖി വലാ യകൂനൂ കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ ഫത്വാല അലൈഹിമുൽ അമദ് ഫഖസത് ഖുലൂബുഹും വകസീറും മിൻഹും ഫാസിഖൂൻ. 50-ാം അധ്യായം 16. ഈ ആയത്തിന്റെ അർത്ഥം എന്താ അറിയോ? അള്ളാഹിനെ പേടിക്കാൻ നിങ്ങൾക്ക് സമയമായില്ലേ? അള്ളാഹു അവതരിപ്പിച്ചതിലേക്ക് മടങ്ങാനും സമയമായില്ലേ? വലാ തകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, മുമ്പ് വേദം നൽകപ്പെട്ടവരെ പോലെ ആകാതിരിക്കാനും നിങ്ങൾക്ക് സമയമായില്ലേ? അങ്ങനെ അദ്ദേഹം അള്ളാഹുവിലേക്ക് മടങ്ങാണ്. മരിക്കുന്നത് വരെ ചെയ്ത തെറ്റോർത്ത് കരഞ്ഞു. മരിക്കുന്നത് വരെ അനസ്റുല്ലാഹിന് ഒരൊറ്റ സുബൈ ജമാഅത്ത് നഷ്ടപ്പെട്ടിട്ട് മരിക്കുന്നവരെ കരഞ്ഞു. ചെറിയ കാര്യമാണോ? യൂസുഫ് നബിയെ രാജകൊട്ടാരത്തിൽ സുലേഖ വിളിച്ചപ്പോ അതൊരു യുവാവായിരുന്നു. ഒരു പെണ്ണൊറ്റക്ക് ഒരു രാജ്ഞിയാണ് വിളിക്കുന്നത് വ്യഭിചരിക്കാൻ. 12-ാം അധ്യായം 53. തെറ്റിലേക്ക് ചായുന്നതാണ് നമ്മുടെ മനസ്സ്. അലാ ഫൈന ഫിൽ ജസദി മുദ്അ ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലു വൈദാ ഫസദത് ഫസദൽ ജസദു കുല്ലു അലാ വഹിയൽ ഖൽബ്. അറിയണം, ശരീരമാണ് നന്നാകേണ്ടത്. അപ്പൊ നമ്മളൊക്കെ ഞാൻ അതിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോൾ ദീർഘമായി പ്രസംഗിക്കാൻ നാളെയും മറ്റന്നാളൊക്കെ പ്രസംഗമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞത്, എന്നോട് പറയണത് നമ്മൾ നന്നാകണം. എൻ്റെയൊക്കെ ഒരു ജീവിതത്തിൽ എൻ്റെ ഉപ്പ ഒരു എഞ്ചിനീയറായി ജോലി രാജിവെച്ചു. ഇപ്പം വീട്ടിലിരിക്കുന്ന സമയത്ത് ഇപ്പം നിരന്തരമായി ഖുർആൻ ഓതുന്നത് ഞങ്ങൾ കണ്ടു. എനിക്ക് ചെറിയ വയസ്സുള്ളപ്പോൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയുണ്ട്. ഒരു 3 വയസ്സൊക്കെ ഉള്ള സമയത്ത് പോലും ഉപ്പ ഒരു തലയാണിങ്ങനെ എടുത്തു വെച്ചിട്ട്
അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു ഖുർആൻ ഇങ്ങനെ മറച്ചിട്ട് കുഞ്ഞായ എന്നെ ആ തലയാണിലേക്ക് ചരിച്ചു വെച്ചിട്ട് ഉപ്പ ഇങ്ങനെ ഓതും. ഇന്നും ആ കാഴ്ച എനിക്ക് സുലഭമാണ്. ഉപ്പ ഖുർആൻ ഓതാത്ത ഒരൊറ്റ ദിവസവും എൻ്റെ കണ്ണിലൂടെ കടന്നു പോയിട്ടില്ല. ഞാൻ എപ്പം എൻ്റെ വീട്ടിലേക്ക് കയറി വന്നാലും ഒന്നുകിൽ നേർപ്പദം വായിക്കുന്നുണ്ടാവും, ഇല്ലേ ഖുർആൻ വായിക്കുന്നുണ്ടാവും, ഇല്ല അമ്മാന്യമലയുടെ പരിപാടി. ഇത് കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ വളർന്നത്. എൻ്റെ അനുജൻ സിറാജുൽ ഇസ്ലാം, ഞങ്ങളൊക്കെ വളർന്നു. ഞാനിത് പറയും, എത്രയോ മാതാപിതാക്കൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, അവരെ കണ്ട അവരുടെ മക്കൾ വളർന്നു അല്ലേ. ഇതിന് സാഹചര്യം വീട്ടിലൊരുക്കിയിട്ടില്ലെങ്കിൽ നമ്മുടെ വീട് നന്നാവുമോ? ഇവിടെ ഞാൻ പറയുന്നു, പുറത്തൊരാളും ഇത് കേട്ട് നന്നാകാൻ നമ്മൾ നന്നായി അവർക്ക് നന്ന്. പക്ഷെ ഇവിടെ ഇരിക്കുന്നവരെങ്കിലും ഈ പ്രസംഗം ഫുൾ ഉൾക്കൊണ്ട് സ്വന്തം വീട്ടിൽ വേഷത്തിലും വിധാനത്തിലും ജീവിതത്തിലും ചിന്തയിലും അതിലേറ്റവും കൂടുതൽ മൊബൈൽ, ഇത് സ്വർഗവുമാണ്, ഇത് നരകവുമാണ്. ഇതിൽ പീസ് റേഡിയോ ഉണ്ട്, ഇതിൽ ജമീലാപ്പുണ്ട്, ഇതിൽ ഹാരിസ് ബിൻ സലീമിന്റെ ഖുത്ബയുണ്ട്, ഇതിൽ പർപ്പൂരിന്റെ ഉപദേശമുണ്ട്, ഇതിൽ നേർവഴിയുണ്ട്, ഇതിലെല്ലാം ഉണ്ട്. അതോടൊപ്പം എല്ലാ വൃത്തികേടും ഇതിലുണ്ട്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. എന്ത് കേട്ടു, എന്ത് കണ്ടു, എന്ത് ചിന്തിച്ചു, 24 മണിക്കൂറിനെ നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു? ആലോചിച്ചു നോക്കൂ. ഒരു മഹാപണ്ഡിതൻ ഉണ്ടായിരുന്നു ഹറമിൽ. ആ പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം 8 മണിക്കൂറാണ് അദ്ദേഹം വായിക്കാൻ വേണ്ടി എടുത്തിരുന്നത്. 8 മണിക്കൂർ ഇബാദത്തിന്, 8 മണിക്കൂർ കുടുംബത്തെ പോറ്റുന്നതിന് വേണ്ടി, 24 മണിക്കൂർ ഒരു മൈക്രോ സെക്കൻഡും അദ്ദേഹം നഷ്ടപ്പെടുത്തിയില്ല. രണ്ട് അനുഗ്രഹങ്ങളെ തൊട്ട് അധിക ജനങ്ങളും വഞ്ചിതരാണ്. ഒന്ന് ഒഴിവ് സമയമാണ്, മറ്റൊന്ന് ആരോഗ്യമാണ്. യൂത്ത് കോൺക്ലേവ് വരാൻ പോകുന്നു, നമ്മുടെ വിദ്യാർത്ഥി സമ്മേളനം നടക്കാൻ പോകുന്നു, നമ്മുടെ യൂത്തിന്റെയും വിദ്യാർത്ഥി സംഘടനകളുടെയും ബഹുമുഖങ്ങളായ പരിപാടി നടക്കും. ഡയലോഗ് കഴിഞ്ഞിരിക്കുന്നു. കോട്ടയത്ത് മറ്റന്നാൾ ഫാമിലി കോൺഫറൻസ് ആണ്. അതേ ദിവസം വടകരയിൽ യൂത്ത് കോൺക്ലേവ് ആണ്. കോഴിക്കോട് നോർത്തിന്റെ പല ജില്ലകളിലും അത് നടക്കുന്നു. ഫെബ്രുവരിയിൽ എടവണ്ണ വെച്ച് ഈ ജില്ലയുടെ കോൺക്ലേവ് നടക്കുന്നു. ഒരുപാട് പരിപാടികൾ വരാനിരിക്കുന്നു. നമ്മൾ പങ്കാളികളാണോ? നല്ലത് കേൾക്കാൻ നമ്മൾ പോകുന്നുണ്ടോ? ശ്രദ്ധിച്ച് കേട്ട് നല്ലത് പിൻപറ്റി ജീവിക്കാൻ തയ്യാറുണ്ടോ? അല്ലാഹു ഹിദായത്ത് തരും. അവരാണ് ബുദ്ധിയുള്ളവർ. 39 അധ്യായം 17-18 സാധിക്കും. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും നിങ്ങൾക്ക് വേണ്ടിയാണ്. സൂറത്ത് ബഖറ 272. അതുകൊണ്ട് നന്മക്ക് വേണ്ടി സ്വയം പടച്ചോനെ പേടിച്ചിട്ട് ഖുർആനും ഹദീസും കൂടുതൽ വായിച്ച് പഠിച്ച് തൗഹീദ് ശരിക്കുൾക്കൊണ്ട് അള്ളാഹുവിനെ പേടിച്ച് യഖാഫുന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, കണ്ണുകൾ അഞ്ചിപ്പോകുന്ന, ഹൃദയം ഭയചകിതമായി പോകുന്ന ഒരു ആഖിറം. വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. സൂറത്ത് ബഖറയിൽ 281, സൂറത്ത് നൂറിലെ 35 മുതൽ 37 വരെയുള്ള വചനം. ഫഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബി, ഖുർആനിലെ 79 അധ്യായം 40-ാമത്തെ വചനം അല്ലേ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബി ഫൽയഅമൽ അമലൻ സ്വാലിഹ, 18 അധ്യായം 110. പടച്ചവനെ കണ്ടുമുട്ടുന്ന പേടിക്കുന്ന ഒരു ദിവസം. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, പതിസ്ഥാനത്തിരുന്ന് റബ്ബ് കാണുന്നു എന്ന ബോധം, മായിസിനുണ്ടായ ബോധം, യൂസുഫ് നബിക്കുണ്ടായ ബോധം, അള്ളാഹുവിനെ പേടിച്ചവരുടെ ജീവിതം അള്ളാഹ് കാണും, അള്ളാഹ് അറിയും എന്ന് സ്ത്രീകളും കുട്ടികളും ഒക്കെ വിചാരിക്കുന്ന ഒരു ലോകത്ത് പ്രേമമുണ്ടാകുമോ? പ്രേമിച്ച കാമുകനെ കഷായത്തിൽ മാരക വിഷം കൊടുത്ത് അഭിനയിക്കുന്ന റാങ്ക് നേടിയ വിദ്യാർത്ഥിനി. അതല്ലേ നമ്മൾ ഇന്നലെയും ഞാൻ നോക്കി കേട്ടുകൊണ്ടിരിക്കുന്നത്. അതല്ലേ നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മക്കൾ എന്തൊരവസ്ഥയാണ് അവരുടെ സ്കൂൾ ജീവിതം അല്ലേ. മദ്രസയിൽ അത് കിട്ടുമോ? കിട്ടൂല എന്ന് ഉറപ്പാണ്. സ്കൂളോ അത് കിട്ടുന്നുണ്ട്. എന്താ? മദ്രസ കിട്ടൂല എന്ന് ഉറപ്പാണ്, സ്കൂൾ കിട്ടുന്ന ഉറപ്പാണ്. എന്താ അങ്ങനെ ആയത്? വിദ്യാഭ്യാസത്തിനൊന്നും ഒരു ലക്ഷ്യമില്ലാതായി പോകുന്നു എന്നുള്ളതാണ്. എല്ലാവരും ഒന്നിച്ച് ഉണർന്നാലല്ലാതെ ഈ സമൂഹത്തെ മാറ്റാൻ നമുക്ക് കഴിയില്ല. ഞാൻ എൻ്റെ വാചകം ഇവിടെ അവസാനിപ്പിക്കുന്നു. പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം. ആദരണീയനായ ഹാരിസ് ബിൻ സലീം, അദ്ദേഹത്തിൻ്റെ ശബ്ദം, അദ്ദേഹത്തിൻ്റെ വിഷയാവതരണം എത്ര കുടുംബങ്ങൾക്കാണ് സാന്ത്വനമായത്, എത്ര കുടുംബങ്ങൾക്കാണ് ആശ്വാസമായത്. സ്വന്തം മക്കളെക്കാൾ നെഞ്ചിലേറ്റി പ്രാർത്ഥിക്കേണ്ട ഒരു പൗരനാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നമ്മൾ ദുആ ചെയ്യും. അല്ലാഹുവേ, ഹാരിസ് ബിൻ സലീമിന് നീ ശിഫ നൽകണേ. ഒരുപാട് രോഗികളുണ്ട്. കഴിഞ്ഞ നോമ്പിന് എൻ്റെയൊക്കെ അവസ്ഥ നിങ്ങളൊക്കെ കേട്ടതാണ്. അപ്പോൾ അള്ളാഹു നൽകുന്നതാണ് നമുക്ക് ആരോഗ്യവും. എന്നോട് പല ആളുകളും പറയും, ഇപ്പൊ കുറച്ച് സൂക്കേടൊക്കെ മാറി, നിങ്ങൾ എല്ലാ ദിവസവും പ്രസംഗിക്കണോ? ഞാൻ പറഞ്ഞു, അതെ, ഹദീസ് പറയുന്നുണ്ട്. എനിക്ക് ഇവിടുന്ന് അയച്ചെന്ന ഹദീസിൽ എന്താ ഉള്ളതെന്ന് അറിയോ?
ആരോഗ്യമുണ്ട് എന്നും പ്രസംഗിക്കണം അല്ലേ? ആ ഹദീസിൽ എന്താ ഉള്ളത്? ഹദീസ് അയച്ചെന്നാളെ ഇരിക്കണത്. ആ ഹദീസിൽ എന്താ ഉള്ളത്? രോഗം വരുന്നതിന് മുമ്പ് ആരോഗ്യത്തെ ഉപയോഗപ്പെടുത്തണം. അപ്പൊ രോഗം 5 മാസം രോഗം, 1 മാസം രോഗമല്ലേ ഞാൻ എന്ത് ചെയ്യണ്ട്? 5 മാസം രോഗിയായി ഇരുന്ന പോലെ പുരേ കുത്തിരിക്കാവുണ്ട് അല്ല. ആ 1 മാസം നന്നായി വർക്ക് ചെയ്യുക, എന്നിട്ട് രോഗിയായാലോ അപ്പൊ വീണ്ടും വിശ്രമിക്കുക, പിന്നെ ആരോഗ്യം ഉണ്ടായാലോ അപ്പോഴും പ്രവർത്തിക്കുക. കാരണം അള്ളാന്റെ റസൂൽ നമ്മളോട് പറഞ്ഞ എന്താ? ആരോഗ്യമുള്ളപ്പോ പ്രവർത്തിക്കണം. രോഗം വന്നാൽ അതിന് കഴിയില്ല. വാർദ്ധക്യം വരുന്നതിന് മുമ്പ് യൗവനം, വാർദ്ധക്യം വരുന്നതിന് മുമ്പ് ഹാക്കിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പിന്നെ പറയുന്നതോ ഭയങ്കര തിരക്കുണ്ടാകുന്നതിന് മുമ്പ് ഒഴിവ് സമയം, അങ്ങനെയൊക്കെ പറയുണ്ടായി. പിന്നെ മരണം വരുന്നതിന് മുമ്പ് ജീവിതം. ഈ ദുനിയാവിൽ ഒരു വഴി യാത്രക്കാരെ പോലെ നമ്മൾ ബാക്കിയുള്ളവർ എന്താ, ഇവിടുത്തെ മറ്റു ജനങ്ങൾ എന്താ നമ്മൾ നോക്കണ്ടല്ലോ. നമ്മൾ ആരാ? നമ്മൾ മുസ്ലിങ്ങളാണ്. സൂറത്ത് ബഖറ 208. ഇസ്ലാമിലേക്ക് പൂർണ്ണമായിട്ട് വരിക എന്നുള്ള ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ശുദ്ധീകരിക്കുക, അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ നിയമത്തെയും എല്ലാറ്റിനെയും പാലിച്ച് നമ്മുടെ മക്കളെയൊക്കെ പ്രത്യേകം ശ്രദ്ധിച്ച് എല്ലാ തിന്മകളിൽ നിന്നും വിട്ടുനിൽക്കാൻ ശ്രമിച്ച് നമ്മൾ മുന്നേറുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധ തിന്മകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നാളെ മഹ്ശറയിൽ എരിപൊരി കൊള്ളുന്ന വെയിലത്ത് അർശിന്റെ തണം നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സത്യത്തിന്റെ സൽപാന്താവിലൂടെ ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. സ്വന്തം കുടുംബത്തിലും വ്യക്തി ജീവിതത്തിലും പരിവർത്തനമുണ്ടാക്കാൻ ഇത്തരം ക്ലാസുകൾ ഉപകാരദായകമായി ഭവിക്കുമാറാകട്ടെ. ഫലസ്തീനിലും പരിസര പ്രദേശങ്ങളിലും പ്രയാസം അനുഭവിക്കുന്നവർക്ക് അള്ളാഹു ആശ്വാസം നൽകട്ടെ. ലോസ് ഏഞ്ചലൻസിലും കാലിഫോർണിയയിലും നിരപരാധികളായ ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരുണ്യമാണ് മുഖമുദ്ര. അള്ളാഹുവിന് അവൻ്റെ അടിമകളെ സൃഷ്ടിക്കാൻ അവകാശമുണ്ട്, അതിൽ ആനന്ദിക്കാൻ നമുക്ക് അവകാശമില്ല. സർവശക്തനായ പടച്ചതമ്പുരാൻ്റെയിലേക്ക് ഖേദിച്ചു മടങ്ങുകയും പ്രാർത്ഥിക്കുകയും പശ്ചാത്തപിക്കുകയും പൊറുക്കലിനെ തേടുകയും വീടിനെ ശുദ്ധീകരിക്കുകയും സ്വന്തത്തെയും കുടുംബത്തെയും നരകത്തെ തൊട്ട് കാക്കുകയും ചെയ്യുക. അള്ളാഹു നമുക്ക് ഖൈർ നൽകുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബന ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.